Hello. Hello. കേൾക്കാമോ? ഹലോ. ടെക്നോളജിയിലെ ഫൗണ്ടേഷൻ ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഏതൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലാണെങ്കിലും അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊരു ബിൽഡിങ്ങിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സൂപ്പർ സ്ട്രക്ചർ നമ്മൾ എത്ര സ്ട്രെങ്ത് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്താലും അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രക്ചറിന്റെ യൂസ് അവിടെ നടക്കില്ല. സോ നമ്മൾ എപ്പോ കൺസ്ട്രക്ഷൻ നടത്തിയാലും ഫൗണ്ടേഷൻ എപ്പോഴും സ്ട്രോങ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഫൗണ്ടേഷൻ ഒരു ഡെഫിനിഷൻ നമുക്ക് പറഞ്ഞു നോക്കാം. ഫൗണ്ടേഷൻ ഈസ് ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് എ സ്ട്രക്ചർ which provide the base for superstructure and transmit loads to the soil below. അപ്പോൾ ഫൗണ്ടേഷൻ ഏതൊരു സ്ട്രക്ചറിന്റെയും ലോവസ്റ്റ് പാർട്ടാണ് ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ സൂപ്പർ സ്ട്രക്ചറിനെ താങ്ങുന്നത് ഫൗണ്ടേഷൻ ആണ്. സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള എല്ലാ ലോഡും സേഫ് ആയിട്ട് സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ ഫൗണ്ടേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ഏതൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന്റെ ഫൗണ്ടേഷൻ. സാധാരണ പറയുമ്പോ ഒരു കൺസ്ട്രക്ഷനിൽ ഒരു മെയിൻ ആയിട്ട് രണ്ട് പാർട്ടാണ് പറയുന്നത്. ഒന്ന് അതിന്റെ ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് ബിലോ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് ബിലോ ആയിട്ട് വരുന്ന ഏതൊരു ബിൽഡിംഗ് എബോവ് ഗ്രൗണ്ട് ലെവൽ നമ്മൾ അതിനെ സൂപ്പർ സ്ട്രക്ചർ എന്നും ആണ് പറയുന്നത്. ബിലോ ഫൗണ്ടേഷൻ, ബിലോ ഗ്രൗണ്ട് ലെവൽ ഫൗണ്ടേഷൻ എന്നും എബോവ് ഗ്രൗണ്ട് ലെവലിനെ നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്നും പറയും. അതുപോലെ തന്നെ PSCക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനുമാണ് ഇൻ ബിറ്റ്വീൻ ഗ്രൗണ്ട് ലെവൽ ആൻഡ് ഫ്ലോർ ലെവൽ. ബിറ്റ്വീൻ ഗ്രൗണ്ട് ലെവൽ ആൻഡ് ഫ്ലോർ ലെവൽ നമ്മൾ ആ പോർഷനെ പ്ലിന്ത് എന്നും പറയും. അപ്പൊ ഏതൊരു സ്ട്രക്ചറിനും മൂന്ന് പാർട്ടായിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ അതിന്റെ ഫൗണ്ടേഷൻ, that is below ground level, then above ground level superstructure, in between ground level and floor level it is plinth. Then ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഫൗണ്ടേഷന്റെ ഒത്തിരി ക്ലാസിഫിക്കേഷൻ ആണ് കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത്. അതിൽ ക്ലാസിഫിക്കേഷനിൽ തന്നെ മെയിൻ ആയിട്ട് കോമൺലി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഫസ്റ്റ് വൺ ഞാൻ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഡെപ്ത് വിത്ത് റിലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഷാലോ ഫൗണ്ടേഷൻ, സെക്കൻഡ് വൺ ഡീപ് ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ നമുക്കറിയാം ഇഫ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത്. അപ്പൊ ഫൗണ്ടേഷന്റെ വിഡ്ത്തിന്റെ ഈക്വൽ ഓർ ലെസ് ആണ് ഡെപ്ത് എങ്കിൽ, ഇഫ് ഡെപ്ത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് it is shallow foundation. Then deep foundation, if depth greater than width it is
ക്ലാസിഫൈഡ് ആസ് ഡീപ് ഫൗണ്ടേഷൻ. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഫൗണ്ടേഷന്റെ. അടുത്തൊരു ഭാഗം, നമ്മൾ ഏതൊരു ബിൽഡിങ്ങിന്റെ നമ്മൾ ഡ്രോയിങ്ങിലൊക്കെ സെക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വാള് വരയ്ക്കും. ദെൻ അതാണ് സെക്ഷൻ ഡ്രോയിങ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന. വാള് ഒരു 20 സെന്റിമീറ്റർ തിക്നെസ്. ദെൻ അതിന് ബിലോ ആയിട്ട് നമ്മൾ ബേസ്മെന്റ് ഓർ പ്ലിന്ത്, അത് ഞാനൊരു 45x45 കാണിച്ചിരിക്കുന്നു. ദെൻ അതിന് ബിലോ ഗ്രൗണ്ട് ലെവലിന് ബിലോ വരുന്ന പോർഷൻ ആണ് നമ്മുടെ ഫൗണ്ടേഷൻ, അതൊരു 60x60. ദെൻ അതിന് തൊട്ട് താഴെയാണ് PCC, അത് ഏകദേശം ഒരു 90x20 കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സെക്ഷൻ ഡീറ്റെയിൽസ് ഡ്രോയിങ്ങിൽ നമ്മൾ വരയ്ക്കാറ്. അപ്പൊ ഫൗണ്ടേഷൻ ഒരു കാര്യമാണ്. ഇഫ് ഡെപ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ആണെങ്കിൽ അത് ഷാലോ ഫൗണ്ടേഷൻ നമ്മൾ പറഞ്ഞു. ഡെപ്ത് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ആണെങ്കിൽ അത് ഡീപ് ഫൗണ്ടേഷൻ. അപ്പൊ നമുക്ക് ഷാലോ ഫൗണ്ടേഷന്റെ കാര്യം നോക്കാം. ഈ സെക്ഷനിൽ നമ്മൾ പറഞ്ഞു, സെക്ഷനിൽ താഴേക്ക് പോകുന്തോറും വോളിന്റെ തിക്നെസ് 20, ദെൻ ബേസ്മെന്റ് വന്നിട്ട് 45, ഫൗണ്ടേഷൻ വന്നിട്ട് 60, ദെൻ PCC 90. ഇവിടെ നമ്മൾ ഏരിയ കൂട്ടി കൊണ്ടുവരികയാണ്. താഴേക്ക് പോകുന്തോറും അതിന് വോള് PCC വരെ വരുമ്പോ ഏരിയ കൂടി വരികയാണ്. അപ്പൊ ഏരിയ കൂടി വരുമ്പോ നമ്മുടെ ഈ സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡ് ഓരോ ഈ ഹയർ ഏരിയയിലേക്ക് വരുന്നതോടും ആ ലോഡിന്റെ ഇന്റൻസിറ്റി അവിടെ കുറഞ്ഞു വരികയാണ്. അതെ, ഷാലോ ഫൗണ്ടേഷന്റെ കാര്യം ഷാലോ ഫൗണ്ടേഷൻ റെഡ്യൂസ് ദ ലോഡ് ഇന്റൻസിറ്റി ബൈ ഇൻക്രീസിങ് ഏരിയ. ഷാലോ ഫൗണ്ടേഷന്റെ ഒരു സെക്ഷൻ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ വോള് തുടങ്ങി താഴേക്ക് ഓരോ സെക്ഷനിലും വരുമ്പോൾ അതിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ലോഡിന്റെ ഇന്റൻസിറ്റി റെഡ്യൂസ് ചെയ്ത് വരികയാണ്. ദാറ്റ് ഈസ് പ്രഷറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, പ്രഷർ P is equal to ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ നമ്മൾ ഈ ഏരിയ കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് ആ ഇന്റൻസിറ്റി ഓഫ് ലോഡ് താഴേക്ക് പോകുന്നതോറും കുറഞ്ഞു വരും. അപ്പൊ ഷാലോ ഫൗണ്ടേഷനിൽ അതാണ് നടക്കുന്നത്. നമ്മൾ ഏരിയ കൂട്ടി കൊടുക്കുക. എവിടെ മുതല് നമ്മൾ വാൾ തിക്നെസ്സിനേക്കാളും കൂടുതൽ ബേസ്മെന്റ് കൊടുത്തു, ദെൻ ബേസ്മെന്റിനേക്കാളും വിഡ്ത്ത് കൂടുതൽ ഫൗണ്ടേഷൻ കൊടുത്തു. അങ്ങനെ ഏരിയ കൂട്ടി കൊണ്ടുവന്ന് നമ്മുടെ ലോഡിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കും. എത്രമാത്രം നമ്മൾ കുറയ്ക്കും? നമ്മുടെ സോയിലിന് ഒരു ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. ആ ബെയറിംഗ് കപ്പാസിറ്റിനേക്കാളും കുറവാക്കി കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ഒരു ഹെവി ലോഡിന്റെ ഇന്റൻസിറ്റി കുറച്ച്, അതായത് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിലിനേക്കാളും കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ സേഫ് ആയിട്ട് സോയിലിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാണ് ഈ ഷാലോ ഫൗണ്ടേഷനിൽ ചെയ്യുന്നത്. ഷാലോ ഫൗണ്ടേഷന് ഒരു എക്സാമ്പിൾ വന്നിട്ട് ഫൂട്ടിംഗ് ആണ് ഷാലോ ഫൗണ്ടേഷന് നമ്മൾ എക്സാമ്പിൾ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡീപ് ഫൗണ്ടേഷൻ നോക്കാം. ഡീപ് ഫൗണ്ടേഷൻ ഒരു എക്സാമ്പിൾ ആണ് പൈൽ ഫൗണ്ടേഷൻ. ഇവിടെ പൈൽ ഫൗണ്ടേഷന്റെ കാര്യം, അതായത് ഡീപ് ഫൗണ്ടേഷൻ ഒരു എക്സാമ്പിൾ ആണ് പൈൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു. ഷാലോ ഫൗണ്ടേഷനിൽ നമ്മൾ ഏരിയ ഇൻക്രീസ് ചെയ്ത് ലോഡിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുകയാണ്. പക്ഷെ ഒരു പൈലിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ പൈലിനെ എങ്ങനെയാ നമ്മൾ ടോപ്പ് സോയിലിൽ നിന്ന് അതിനെ നമ്മൾ ഒരു അടിച്ചിറക്കി ഒരു ഹാർഡ് സ്ട്രാറ്റ വരെ കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും നമ്മൾ ഏരിയ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയല്ല. ആ ഒരു ഹെവി ലോഡിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഹാർഡ് റോക്ക് സ്ട്രാറ്റയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പൈലിനെ ഹാർഡ് സ്ട്രാറ്റ വരെ ഡ്രിവൺ ചെയ്യും. അപ്പൊ ഈ ഡീപ് ഫൗണ്ടേഷന്റെ കേസിൽ ലോഡ് ഇസ് ടേക്കൺ ബൈ ഹാർഡ് സ്ട്രാറ്റ അറ്റ് ദ ബോട്ടം. നമ്മൾ ഹാർഡ് സ്ട്രാറ്റ വരെ ഡ്രിവൺ ചെയ്തു കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ലോഡിനെ നമ്മൾ ഹാർഡ് സ്ട്രാറ്റയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ലോഡ് ടേക്കൺ ചെയ്യുന്ന മറ്റൊരു പോസിബിലിറ്റി ഇവിടെ എന്ന് പറഞ്ഞാൽ സൈഡ് ഫ്രിക്ഷൻ ആണ്. നമ്മൾ ഈ പൈലിനെ താഴേക്ക് അടിച്ചടിച്ചിറക്കുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള സോയില് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് അതിന് എതിർ ദിശയിൽ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഡയറക്ഷനിലേക്ക്
പൈലിനെ ഡ്രിവൺ ചെയ്യുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷൻ ഫോഴ്സും, അതും ലോഡിനെ എടുക്കുന്ന മറ്റൊരു ഘടകമാണ്. അപ്പം ഡീപ് ഫൗണ്ടേഷനില് ലോഡ് എടുക്കുന്നത് ബൈ സൈഡ് ഫ്രിക്ഷൻ, അതുപോലെ തന്നെ ഒരു ഹാർഡ് സ്ട്രേറ്റ അറ്റ് ദ ബോട്ടം. ഈ രണ്ട് രീതിയിലാണ് ഇവിടെ നമ്മുടെ ലോഡ് എടുക്കുന്നത്. പിന്നെ ഡീപ് ഫൗണ്ടേഷന് മറ്റൊരു എക്സാമ്പിൾ ആണ് വെൽ ഫൗണ്ടേഷൻ. ഇനി നമുക്ക് ഷാലോ ഫൗണ്ടേഷന്റെ ക്ലാസിഫിക്കേഷൻ കുറച്ച് നോക്കാം. ഷാലോ ഫൗണ്ടേഷൻ നമ്മൾ പറഞ്ഞു ഡെപ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത്. ദെൻ ഷാലോ ഫൗണ്ടേഷൻ ഒരു എക്സാമ്പിൾ ആണ് ഫൂട്ടിംഗ് പറഞ്ഞത്. ഷാലോ ഫൗണ്ടേഷൻ ആണ് ഫൂട്ടിംഗ്. ഫൂട്ടിങ്ങിൽ തന്നെ ഒരു 7 ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ സിമ്പിൾ ഫൂട്ടിംഗ്, ദെൻ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്, തേർഡ് വൺ സ്ലോപ്ഡ് ഫൂട്ടിംഗ്, ഫോർത്ത് വൺ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, കണ്ടിന്യൂസ് ഫൂട്ടിംഗ്, സ്ട്രാപ്പ് ഓർ കാൻഡിലിവർ ഫൂട്ടിംഗ്. അങ്ങനെ ഒരു 7 ക്ലാസിഫിക്കേഷൻ ആണ് ഷാലോ ഫൗണ്ടേഷനിൽ ഫൂട്ടിങ്ങിൽ വരുന്നത്. സിമ്പിൾ ഫൂട്ടിംഗ്, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്, സ്ലോപ്ഡ് ഫൂട്ടിംഗ്, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, കണ്ടിന്യൂസ് ഫൂട്ടിംഗ്, സ്ട്രാപ്പ് ഓർ കാൻഡിലിവർ ഫൂട്ടിംഗ്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫൂട്ടിങ്ങിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ഫൂട്ടിംഗ്. സിമ്പിൾ ഫൂട്ടിംഗ് ഇവിടെ ഞാൻ ഫിഗർ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വാളിന്റെ തിക്നെസ് ഒരു T തിക്നെസ് ഉള്ള ഒരു വാള്, ആ വാളിന്റെ ബോട്ടത്തിൽ ഒരു PCC നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ തിക്നെസ് 3T എന്നുള്ളൊരു PCC കൊടുത്തിട്ടുണ്ട്. വാൾ ഈസ് ഡയറക്ട്ലി റെസ്റ്റ് ഓവർ എ PCC ബെഡ് ബ്ലോക്ക്. അങ്ങനെയുള്ള ഒരു ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വാൾ ഈസ് ഡയറക്ട്ലി റെസ്റ്റ് ഓവർ എ PCC ബെഡ് ബ്ലോക്ക്. അതുപോലെ തന്നെ ഈ ഫൂട്ടിങ്ങിന്റെ പ്രത്യേകത, അതിൽ നമ്മൾ സ്റ്റെപ്സ് ആയിട്ടൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു സിംഗിൾ ഒരു PCC ബെഡ് ബ്ലോക്ക്, അതിന്റെ മുകളിലാണ് നമ്മുടെ വാൾ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ലോഡ് ഈ PCCയിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. ഈ വാളിന്റെ തിക്നെസ് T ആണെന്നുണ്ടെങ്കിൽ PCC തിക്നെസ്, ഫൂട്ടിങ്ങിന്റെ തിക്നെസ് T, അതൊരു തമ്പ് റൂൾ ആണ്. If T is the thickness of wall, then width of PCC bed block is 3T. ഇത് രണ്ടും PSCക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ഫൂട്ടിംഗ്, ഇഫ് വാൾ ഈസ് ഡയറക്ട്ലി റെസ്റ്റ് ഓവർ എ PCC ബെഡ് ബ്ലോക്ക്, അങ്ങനെയുള്ള ഒരു ഫൂട്ടിംഗ് ആണ് സിമ്പിൾ ഫൂട്ടിംഗ്. അതുപോലെ തന്നെ ഇത് ചോദിച്ചിട്ടുണ്ട്, തിക്നെസ് T ഉള്ള വാളിന്റെ സിമ്പിൾ ഫൂട്ടിംഗ് ആണെങ്കിൽ അതിന്റെ വിഡ്ത്ത് ഓഫ് PCC ബെഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 3 times T ആണ്. ദെൻ സെക്കൻഡ് വൺ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്. സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു സിമ്പിൾ ഫൂട്ടിംഗിൽ സ്റ്റെപ്സ് ഒന്നും ഇല്ല. സ്റ്റെപ്ഡ് ഫൂട്ടിംഗിലാണെങ്കിൽ നമ്മൾ ഫൂട്ടിംഗ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ടു റെഡ്യൂസ് ദ ഇന്റൻസിറ്റി ഓഫ് ലോഡ്, ഫൂട്ടിംഗ് പ്രൊവൈഡ് ഇൻ സ്റ്റെപ്ഡ് ഫാഷൻ. ഒരു സ്റ്റെപ്ഡ് ഫാഷനിലായിരിക്കും നമ്മൾ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുക. സ്റ്റെപ്ഡ് ഫൂട്ടിങ്ങിന്റെ ഒരു ഫിഗർ ആണ് കാണിച്ചിട്ടുള്ളത്. വാളിന്റെ തിക്നെസ് T ഒരു 20 എന്ന് കൊടുത്തിട്ടുണ്ട്. 20 സെന്റിമീറ്റർ നമ്മൾ അതിലേക്കാണ് സാധാരണ എടുക്കാറുള്ളത്. വിഡ്ത്ത് ഓഫ് T ആണെങ്കിൽ ഇവിടെ ഒരു തമ്പ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, വിഡ്ത്ത് ഓഫ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് 2T. ഇവിടെ നോക്കാം, ഇതൊരു സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആണ് പറഞ്ഞു. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു 3 സ്റ്റെപ്സ്, 1 2 3 3 സ്റ്റെപ്സ് ഉള്ളതായിട്ട് തോന്നും. പക്ഷെ ഇതൊരു 2 സ്റ്റെപ്സ് ഉള്ള ഒരു ഫൂട്ടിംഗ് ആണ്. നോക്കാം, ഏറ്റവും ടോപ്പിൽ ഈ കാണുന്നത് ഇത് നമ്മുടെ വാള്, ദെൻ ഇതൊരു മേസൺറി, നമ്മുടെ ഫൂട്ടിംഗ് RR മേസൺറി ആകാം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഈ കാണുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്. പിന്നെ ഏറ്റവും ബോട്ടത്തിൽ വരുന്നത് ഇത് PCC ബെഡ് ബ്ലോക്ക് ആണ്. നമ്മുടെ ഫൂട്ടിംഗ് വരുന്നത് ഇത് രണ്ടുമാണ്. അപ്പൊ ഇതൊരു 2 സ്റ്റെപ്സ് ഉള്ള ഒരു ഫൂട്ടിംഗ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോ തിക്നെസ് T ആണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്ന വിഡ്ത്ത് ഓഫ് വാൾ T ആണ്. ദെൻ വിഡ്ത്ത് ഓഫ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് 2T. ഇതാണ് ഇവിടുത്തെ തമ്പ് റൂൾ. അപ്പൊ ഏറ്റവും താഴത്തെ സ്റ്റെപ്പിന്റെ വിഡ്ത്ത് 2T, ഇത്രയും 2T ആണ്.
ഇനി നമ്മൾ എല്ലായിടത്തും ഒരു ഓഫ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്സിന്റെ ഓഫ്സെറ്റ് എ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബോട്ടം വിഡ്ത്ത്, അതായത് ഈ പി സി സിയുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടം സ്റ്റെപ്സിന്റെ വിഡ്ത്ത് ഓഫ് വാൾ ടി ആണെങ്കിൽ ദെൻ വിഡ്ത്ത് ഓഫ് വാൾ ടി ആണ്. തമ്പ് റൂൾ അനുസരിച്ച് വിഡ്ത്ത് ഓഫ് ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് 2t. ദെൻ ബോട്ടം വിഡ്ത്ത്, പി സി സിയുടെ ബോട്ടം വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് 2t പ്ലസ് ഈ രണ്ട് ഓഫ്സെറ്റ് a പ്ലസ് a, ദാറ്റ് ഈസ് 2 ഇൻറ്റു t പ്ലസ് a എന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ ഒരു a എന്നൊരു ഓഫ്സെറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും താഴത്തെ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാളിന്റെ തിക്നെസ് t, തമ്പ് റൂൾ അനുസരിച്ച് ബോട്ടം സ്റ്റെപ്പിന്റെ തിക്നെസ് 2t. അങ്ങനെയാണെങ്കിൽ ഈ പി സി സിയുടെ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2t പ്ലസ് 2a ആയിരിക്കും. ദാറ്റ് ഈസ് 2 ഇൻറ്റു t പ്ലസ് a എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇതൊരു 2 സ്റ്റെപ്പ് ഉള്ള ഒരു സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അടുത്ത നമുക്ക് സ്ലോപ്ഡ് ഫൂട്ടിംഗ്. സ്ലോപ്ഡ് ഫൂട്ടിങ്ങും ലോ ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് പോലെ തന്നെയാണ്. ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സ്ലോപ്ഡ് ഫൂട്ടിങ്ങില് സ്റ്റെപ്പിന് പകരം ഒരു സ്ലോപ്പ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റെപ്പ് സ്ലോപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബിലോ പി സി സി തന്നെ കൊടുത്തു. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ, ഫോർത്ത് ക്ലാസിഫിക്കേഷൻ, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് നമ്മൾ കൊടുക്കുന്ന, ഇപ്പൊ നമ്മൾ കൂടുതലും ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിലൊക്കെ ആണെങ്കിൽ ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട് കുറെ കോളംസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇപ്പൊ നമ്മളൊരു ഫ്രെയിംഡ് സ്ട്രക്ചറിൽ കോളംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. C1, C2, C3 അങ്ങനെ കുറെ കോളംസ് ഉണ്ടാകും. ഈ ഓരോ കോളത്തിനും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഫൂട്ടിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓരോ കോളത്തിനും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഫൂട്ടിംഗ് കൊടുക്കുകയാണ്. C1 ഒരു ഫൂട്ടിംഗ്, C2, C3 അത്തരം ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് ഫോർ ഈച്ച് കോളംസ്. ഒരു ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിലൊക്കെ നമ്പർ ഓഫ് കോളംസ് ഉണ്ടായിരിക്കും. ആ ഓരോ കോളത്തിനും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി ക്ലാസിഫിക്കേഷനിൽ അടുത്തത് വരുന്ന കമ്പൈൻഡ് ഫൂട്ടിംഗ്. നമ്മളിപ്പോ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ 2 കോളംസ് ഉണ്ട്. ഈ കോളത്തിന് ഓരോന്നിനും നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫൂട്ടിംഗ് മറ്റൊരു ഫൂട്ടിങ്ങിലേക്ക് ഒരു ഓവർലാപ്പിംഗ് ഉണ്ടാക്കും. ഇവിടെ ഒരു ഓവർലാപ്പിംഗ് വരും. അപ്പൊ അത്തരം കേസില് നമ്മൾ ഈ 2 കോളത്തിനും കൂടി ഒരു സിംഗിൾ കോമൺ ആയിട്ട് ഒരു ഫൂട്ടിംഗ് കൊടുക്കും. അത്തരം ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോ സ്ലോപ്ഡ് ഫൂട്ടിംഗ് കഴിഞ്ഞു, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നതാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോയിൽ വരുന്ന എല്ലാ കോളത്തിനും കൂടി ഒരൊറ്റ ഫൗണ്ടേഷൻ ആണ്, ഒരൊറ്റ ഫൂട്ടിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത്തരം ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു റോയിൽ വരുന്ന 1, 2, 3, 4 ഒരു റോയിൽ വരുന്ന എല്ലാ കോളത്തിനും കൂടി കോമൺ ആയിട്ട് ഒരൊറ്റ ഫൂട്ടിംഗ്, ഒരൊറ്റ ഫൗണ്ടേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത്തരം ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. കണ്ടിന്യൂസ് ഫൂട്ടിംഗ് ഇപ്പൊ ഐസൊലേറ്റഡ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എക്കണോമിക്കൽ ആണ് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, 7th വൺ. ഇത്രയും ക്ലാസിഫിക്കേഷനിൽ PSC മിക്കവാറും ചോദിച്ചിട്ടുള്ള ഒരു ഫൂട്ടിംഗ് ആണ് അടുത്തത്. സ്ട്രാപ്പ് ഫൂട്ടിംഗ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് കാന്റിലിവർ ഫൂട്ടിംഗ്. 2 പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഒന്ന് സ്ട്രാപ്പ് ഫൂട്ടിംഗ്, കാന്റിലിവർ ഫൂട്ടിംഗ്. ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുള്ള ഒരു ഫൂട്ടിംഗ് ആണ്, സിമ്പിൾ ഫൂട്ടിംഗ് ആണ്. സ്ട്രാപ്പ് ഫൂട്ടിംഗ് അഥവാ കാന്റിലിവർ ഫൂട്ടിംഗ് നമ്മൾ കൊടുക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ
ബൗണ്ടറി ലിമിറ്റ് ഓഫ് സ്പേസ് ലിമിറ്റ് ആണ്. സപ്പോസ് നമുക്ക് രണ്ട് കോളം ഉണ്ട്, C1 ആൻഡ് C2 രണ്ട് കോളം ഉണ്ട്. ഈ രണ്ട് കോളത്തിന് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുക്കുകയാണ്. C2ന് ഫൂട്ടിംഗ് കൊടുത്തു. ഈ C1നോട് ഒരു സൈഡോട് ചേർന്നാണ് നമ്മുടെ ബൗണ്ടറി. ഇത് അടുത്ത ആളുടെ നൈബറിംഗ് ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഈ C1 സെന്ററിൽ വെച്ചുകൊണ്ട് ഒരു ഫൂട്ടിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫൂട്ടിങ്ങിന്റെ ഒരു പോർഷൻ അടുത്ത ബൗണ്ടറി കടന്ന് അപ്പുറേറ്റ് പോകും. അപ്പൊ അത് വലിയ പ്രോബ്ലം ആകും. സോ അത്തരം കേസില് നമ്മള് ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് പോകാതെ ഫൂട്ടിംഗ് കൊടുക്കും. അതുപോലെ തന്നെ C2 സാധാരണ ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുക്കും. അതുപോലെ തന്നെ അതിന്റെ സെന്ററിലായിരിക്കും C2 പ്ലേസ് ചെയ്യുക. ഇവിടെ നമ്മള് സെന്ററിലല്ല ഈ C1 പ്ലേസ് ചെയ്തിട്ടുള്ളത്. C1 നമ്മുടെ ബൗണ്ടറി ലിമിറ്റിൽ വെച്ചുകൊണ്ട് നമ്മൾ ഫൂട്ടിംഗ് പണിതു. അപ്പോ ഇത് ഫൂട്ടിംഗ് ആണെങ്കിൽ C1 എന്ന് പറഞ്ഞ കോളം സെന്ററിലല്ല, കുറച്ച് മാറിയാണ് അതിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അവിടെ എപ്പോഴും ഒരു ഓവർ ടേണിങ്ങിന് ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മള് സപ്പോസ് ഒരു ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോ നമ്മളൊരു ബെഞ്ചിൽ വേറെ ആരും ഇല്ലെങ്കിൽ നമ്മൾ ചെന്ന് ഇരിക്കുകയാണെങ്കിൽ നമ്മളൊരു സൈഡിലാ ഏതെങ്കിലും ഒരു എൻഡിലാ പോയിരിക്കണമെങ്കിൽ മറ്റേ എൻഡ് പൊങ്ങിയും അത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പകരം നമ്മൾ ഒരാളുണ്ടെങ്കിൽ നമുക്ക് സെന്ററിൽ ചെന്നിരുന്നാൽ നമുക്കത് സ്റ്റേബിൾ ആയിട്ടിരിക്കാം. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ കോളത്തിന് ഫൂട്ടിങ് കൊടുക്കുമ്പോൾ കോളം സെന്ററിലാണ് നമ്മൾ സാധാരണ പ്ലേസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു ബൗണ്ടറി ലിമിറ്റ് ഉള്ള കാരണം നമ്മൾ ആ ബൗണ്ടറിയിൽ ഉൾക്കൊള്ളാൻ പാകത്തിന് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കോളം. അപ്പൊ ഇങ്ങനെ കോളം വെക്കുമ്പോൾ അവിടെ ഒരു ഓവർ ടേണിംഗ് പോസിബിലിറ്റി ഉണ്ട്. ഈ കോളം എയ്ക്ക് ഒരു ഓവർ ടേണിംഗ് പോസിബിലിറ്റി ഉണ്ട്. സോ ആ ഓവർ ടേണിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എനെയും ബിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രാപ്പ് ബീം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും ടു പ്രിവെന്റ് ഓവർ ടേണിംഗ് ഓഫ് കോളം നമ്പർ 1 അല്ലെങ്കിൽ കോളം എ. അതിന്റെ ഓവർ ടേണിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രാപ്പ് ബീം അവിടെ പ്രൊവൈഡ് ചെയ്യും. സോ അത്തരം പേരാണ് അതിന്റെ കാന്റിലിവർ ഫൂട്ടിംഗ്. ഇപ്പൊ നമ്മള് ഷാലോ ഫൗണ്ടേഷനിൽ ഫൂട്ടിങ്ങില് 7 എണ്ണവും കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് വൺ സിമ്പിൾ ഫൂട്ടിംഗ്, ദെൻ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്, സ്ലോപ്ഡ് ഫൂട്ടിംഗ്, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, കണ്ടിന്യൂസ് ഫൂട്ടിംഗ്, ലാസ്റ്റ് വൺ സ്ട്രാപ്പ് ഓർ കാന്റിലിവർ ഫൂട്ടിംഗ്. അതിന്റെ എല്ലാത്തിന്റെയും 2 നെയിംസും അറിഞ്ഞിരിക്കാം. അടുത്ത ഒരു ടോപ്പിക് നമ്മള് PSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, റാങ്കൈൻസ് ഫോർമുല. റാങ്കൈൻസ് ഫോർമുല ഇവിടെ പറയാൻ കാരണം റാങ്കൈൻസ് ഫോർമുല എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അങ്ങനെ ഒരു ഫോർമുല ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഡെപ്ത് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ ഇൻ ലൂസ് സോയിൽ. 2 കാര്യങ്ങളാണ് അവിടെ പറയേണ്ടത്. റാങ്കൈൻസ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത് ഷാലോ ഫൗണ്ടേഷന്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ ഇൻ ലൂസ് സോയിൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഡെപ്ത് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ ഇൻ ലൂസ് സോയിൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റാങ്കൈൻസ് ഫോർമുല യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റാങ്കൈൻസ് ഫോർമുല പഠിക്കേണ്ടതുണ്ട്. D is equal to P/W 1 minus sin phi the whole square divided by 1 plus sin phi. അപ്പോ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് P/W 1 minus sin phi divided by 1 plus sin phi the whole square. ഇത് പല രീതിയിലും നമുക്ക് കൺഫ്യൂഷൻ ആക്കി തരാം. +1 plus sin phi divided by 1 minus sin phi എന്ന് തരാം, സ്ക്വയർ ഉള്ളതായിട്ടും സ്ക്വയർ ഇല്ലാത്തതായിട്ടൊക്കെ തരാം. അപ്പൊ നമ്മൾ അതിന്റെ ഫോർമുല കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. റാങ്കൈൻസ് ഫോർമുല 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒന്ന് അതിന്റെ ഇക്വേഷൻ, ഈ ഫോർമുല ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡെപ്ത് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ ഇൻ ലൂസ് സോയിൽ
എന്ന് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുക. ഷാലോ ഫൗണ്ടേഷൻ ഇൻ ലൂസ് സോയിൽ ആൻഡ് ഇക്വേഷൻ where P is the load on soil, W is the unit weight of soil and phi is the angle of repose. അപ്പൊ ഷാലോ ഫൗണ്ടേഷൻ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ചേർത്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം. അടുത്ത ടോപ്പിക് നമുക്ക് സ്പെഷ്യൽ ഫൗണ്ടേഷൻസ്, കുറച്ച് സ്പെഷ്യൽ ഫൗണ്ടേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഷാലോ ഫൗണ്ടേഷനിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ് സ്പെഷ്യൽ ഫൗണ്ടേഷൻ. അതില് ഫസ്റ്റ് വൺ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, ദെൻ ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ, ദെൻ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഓർ മാറ്റ് ഫൗണ്ടേഷൻ. അതിൽ ഫസ്റ്റ് വൺ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സാഹചര്യമാണ് പറയുന്നത്. ഒന്ന്, ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് വരിക. അപ്പൊ നമ്മൾ ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്ന ഒരു കേസിലാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് ഒക്കെ വരുന്ന കേസിൽ നമ്മൾ സാധാരണ പൈൽ ഫൗണ്ടേഷനിലേക്ക് പോകും. പക്ഷെ ഇവിടെ മറ്റൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്, ഫൗണ്ടേഷൻ ഡെപ്ത് റെസ്ട്രിക്ഷൻ കൂടെ ഉണ്ട്. അപ്പൊ ഈ രണ്ടൊരു കണ്ടീഷനും വരുമ്പോഴാണ് നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആ സ്ട്രക്ചറിൽ വരുന്നത്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഡെപ്ത് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഫൗണ്ടേഷൻ ഡെപ്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പ്രസൻസ് ഓഫ് വാട്ടർ ടേബിൾ. ഒരു സം ഡെപ്തിൽ ചെല്ലുമ്പോഴത്തേക്കും വാട്ടർ ടേബിളിന്റെ പ്രസൻസ് ഉണ്ട്. സോ വാട്ടർ ടേബിളിന്റെ പ്രസൻസ് ഉള്ള കാരണം തന്നെ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് കൺസ്ട്രക്ഷൻ പോസിബിൾ അല്ല, ഫൗണ്ടേഷന്റെ കൺസ്ട്രക്ഷൻ പോസിബിൾ അല്ല. സോ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. രണ്ട് കണ്ടീഷനാണ് പറയുന്നത്. ഒന്ന്, ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ്, ദെൻ ഫൗണ്ടേഷൻ ഡെപ്ത് റെസ്ട്രിക്ഷൻ. അതിനൊരു എക്സാമ്പിൾ ആണ് പ്രസൻസ് ഓഫ് വാട്ടർ ടേബിൾ. ഇങ്ങനത്തെ കേസിൽ നമ്മൾ റോൾഡ് സ്റ്റീൽ സെക്ഷൻ, റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്, അതായത് ഐ സെക്ഷൻ ആണ് നമ്മൾ ഫൗണ്ടേഷൻ ആയിട്ട് കൊടുക്കുക. ഫൗണ്ടേഷനിൽ നമ്മൾ ഐ സെക്ഷന്റെ പല ലെയേഴ്സ് ആയിട്ട് ഐ സെക്ഷൻ കൊടുത്താണ് നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ലോഡ് എടുക്കുന്നത് ഈ ഐ സെക്ഷൻ, ദാറ്റ് ഈസ് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആയിരിക്കും ഈ ലോഡ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഫിഗർ കാണിച്ചു. ഇതൊരു ഐ സെക്ഷൻ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലും ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലും ഐ സെക്ഷൻ. അപ്പൊ ഐ സെക്ഷന്റെ ഒരു ലെയർ ആണ് ഈ കാണുന്ന ഫസ്റ്റ് ലെയർ. സെക്കൻഡ് ലെയർ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ലെയർ ഓഫ് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ഐ സെക്ഷൻ. ദെൻ ഇത് തേർഡ് ലെയർ ആണ്. അപ്പൊ 3 ലെയർ. സാധാരണയായിട്ട് ഇങ്ങനെ നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ ഓഡ് നമ്പർ ഓഫ് ലെയേഴ്സ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് 3 നമ്പർ ഓഫ് ഐ സെക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ലെയർ ഒരു ഡയറക്ഷനിൽ, സെക്കൻഡ് ലെയർ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, തേർഡ് ലെയർ വീണ്ടും ആ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഐ സെക്ഷൻ ആയിരിക്കും അതിൽ വരുന്ന ഹെവി ലോഡിനെ എടുക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞ ഓഡ് നമ്പർ ഓഫ് ലെയേഴ്സ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഇനി ഇതിന്റെ കൂടെ ചുറ്റും നമ്മൾ കോൺക്രീറ്റ്, ഇതിനെ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ട് കോൺക്രീറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഗ്രില്ലേജ് ഫൗണ്ടേഷനിൽ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ഓഡ് നമ്പർ ഓഫ് ലെയേഴ്സ് ആയിട്ട് 2 ഡയറക്ഷനിലേക്കും നമ്മൾ ഓൾട്ടർനേറ്റ് ലെയേഴ്സിൽ 2 ഡയറക്ഷനിലേക്ക് നമ്മൾ കൊടുക്കും. എന്നിട്ട് അതിന് ചുറ്റും നമ്മളൊരു കോൺക്രീറ്റ് കവറും പ്രൊവൈഡ് ചെയ്യും. ഇവിടെ വരുന്ന എല്ലാ ടൈപ്പ് ലോഡും, കംപ്രഷൻ ആയിക്കോട്ടെ ടെൻഷൻ ആയിക്കോട്ടെ, എല്ലാം എടുക്കുന്നത് ഈ ഒരു ഐ സെക്ഷൻ അഥവാ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആയിരിക്കും. ഇവിടെ ഈ കോൺക്രീറ്റ് കൊടുത്തുകൊണ്ട് അത് കംപ്രഷൻ എടുക്കും. കോൺക്രീറ്റ് കംപ്രഷൻ എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ളതാണെന്ന് വെച്ച് ഇവിടെ കോൺക്രീറ്റ് അല്ല ഇവിടെ ലോഡ് എടുക്കുന്നത്. എല്ലാ ലോഡും കംപ്രഷൻ ആണെങ്കിലും ടെൻഷൻ ആണെങ്കിലും എല്ലാം എടുക്കുന്നത് ഇവിടെ ഈ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ഐ സെക്ഷൻ ആണ്. പിന്നെ നമ്മൾ ഇവിടെ കോൺക്രീറ്റ് കൊടുക്കാനുള്ള കാരണം, ഒന്ന്, ഫസ്റ്റ് റീസൺ, ഈ ഐ സെക്ഷനെ എല്ലാം അതിന്റെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഐ സെക്ഷന്റെ ഈ ലെയേഴ്സിന് ചുറ്റും നമ്മൾ കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കറക്റ്റ് പൊസിഷനിൽ ഐ സെക്ഷനെ പിടിച്ചെടുത്താൻ. പിന്നെ മറ്റൊരു കാര്യം, ഒരു കവറായിട്ട്, അതായത് റസ്റ്റിനെ പ്രിവെന്റ് ചെയ്യാൻ, കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൂടി നമുക്ക് ആണ് ഈ കോൺക്രീറ്റ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി
അടുത്തത് വന്നിട്ട് ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ. ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ ഇതൊരു ഓൾഡ് മെത്തേഡാണ്. ഇൻവേർട്ടഡ് ആർച്ച് മെത്തേഡ്, അതായത് നമ്മുടെ സ്ട്രക്ചറൽ പല കൺസ്ട്രക്ഷനിലും സ്ട്രക്ചറൽ എലമെന്റ്സ് ആയിട്ട് നമ്മൾ അതിനെ നമ്മൾ ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആർച്ച് ഗ്രൗണ്ടിന് ബിലോ ആയിട്ട് ആർച്ച് കൊടുക്കും. ഈ ആർച്ചിലായിരിക്കും നമ്മുടെ കോളം പ്ലേസ്. കോളത്തിൽ നിന്ന് വരുന്ന ലോഡ് എടുക്കുന്നത് ഈ ആർച്ചായിരിക്കും. അതൊരു ഓൾഡ് മെത്തേഡാണ്. അടുത്തത് PSC മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റാഫ്റ്റ് ഫൗണ്ടേഷനോ മാറ്റ് ഫൗണ്ടേഷൻ. റാഫ്റ്റ് ഫൗണ്ടേഷൻ ഓർ മാറ്റ് ഫൗണ്ടേഷൻ, ഇത് നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നമ്മുടെ സൈറ്റിലെ സോയിലിന്റെ ബെയറിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. നമ്മുടെ സൈറ്റിലുള്ള സോയിലിന് ബെയറിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഓർ മാറ്റ് ഫൗണ്ടേഷൻ ആണ് ഒരു പോണ്ട് ഉണ്ടായിരുന്നു. ആ സ്ട്രക്ക് ചെയ്യണമെങ്കിൽ സൈറ്റിൽ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. എക്സാമ്പിൾ ആണ് ഈ പറയുന്നത് പോണ്ട് ഒക്കെ ഉണ്ടായിരുന്നത് നമ്മൾ നികത്തിയിട്ടാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ മറ്റ് ഏരിയനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഏരിയ വീക്ക് ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കേസില് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ലെസ് ആയിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് അൺഈക്വൽ സെറ്റിൽമെന്റ്. ചില ഏരിയയിൽ അൺഈക്വൽ സെറ്റിൽമെന്റ് ഉണ്ടാകുക. എക്സാമ്പിൾ ഒരു പോണ്ടിന്റെ ഒക്കെ ഏരിയ, ഒരു വീക്ക് ഏരിയ ആണ്. ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന തരത്തില് ഒരു സ്ലാബ് അങ്ങ് കൺസ്ട്രക്ട് ചെയ്യും. ദെൻ അതിന്റെ ടോപ്പിലായിരിക്കും നമ്മൾ എല്ലാ കോളവും പ്ലേസ് ചെയ്യുക. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റില് പോണ്ട് ഉണ്ട്, വീക്ക് ഏരിയ ആണ്, അവിടെ ലോഡ് അധികം വരുമ്പോൾ ഒരു അൺഈക്വൽ സെറ്റിൽമെന്റിന് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇങ്ങനെ ഒരു മാറ്റ് ഫൗണ്ടേഷൻ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ട് നമ്മളൊരു സ്ലാബ് കൊടുത്തിട്ട് ആ സ്ലാബിന് മുകളിലാണ് നമ്മൾ ഈ കോളം കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് റാഫ്റ്റ് ഫൗണ്ടേഷനോ മാറ്റ് ഫൗണ്ടേഷൻ. അത്ര ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഫൗണ്ടേഷന് വരാവുന്ന കുറച്ച് ഫെയിലിയേഴ്സ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഫൗണ്ടേഷൻ ഫെയിലിയർ, ഫൗണ്ടേഷന് വരാവുന്ന ഫെയിലിയേഴ്സ് ഒക്കെ നോക്കാം. ഫസ്റ്റ് വൺ, അൺഈക്വൽ സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ മേസൺറി. ഇവിടെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട് അൺഈക്വൽ സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ മേസൺറി. നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിലുള്ള മേസൺറി അല്ല, ഫൗണ്ടേഷനിൽ വരുന്ന മേസൺറിക്ക് അൺഈക്വൽ സെറ്റിൽമെന്റ് ഉണ്ടാകുമ്പോൾ ഫൗണ്ടേഷന് ഫെയിലിയർ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന ഈ ഫൗണ്ടേഷൻ മേസൺറി ചെയ്യുന്ന സമയത്ത് അൺഈക്വൽ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്ന വർക്ക് അതിന്റെ ഹൈറ്റ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ, അതിൽ ഹൈറ്റിന് ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഒരു ദിവസം ഇത്രയും ഹൈറ്റിലെ ഫൗണ്ടേഷൻ പണിയാകുള്ളൂ. ആ ഒരു കണ്ടീഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അൺഈക്വൽ സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ മേസൺറി നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ, ലൈം മോർട്ടാർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലൈം മോർട്ടാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു ദിവസം ചെയ്യേണ്ട ഫൗണ്ടേഷൻ മേസൺറിയുടെ ഹൈറ്റ് 1 മീറ്റർ ആണ്. അതുപോലെ സിമെന്റ് മോർട്ടാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യേണ്ട ഫൗണ്ടേഷൻ മേസൺറിയുടെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. ഇതാണ് ഫസ്റ്റ് ഫെയിലിയർ, അൺഈക്വൽ സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ മേസൺറി. ഒരു ദിവസം ചെയ്യുന്ന ഫൗണ്ടേഷന്റെ നമ്മള് ഹൈറ്റ് റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ലൈം മോർട്ടാർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതിന്റെ ഹൈറ്റ് 1 മീറ്റർ ഹൈറ്റ് പെർ ഡേ എന്നും, സിമെന്റ് മോർട്ടാർ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1.5 മീറ്റർ ഹൈറ്റ് പെർ ഡേ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത സെക്കൻഡ് ഫെയിലിയർ, അൺഈക്വൽ സെറ്റിൽമെന്റ് ഓഫ് സബ്സോയിൽ.
അൺഈക്വൽ സെറ്റിൽമെന്റ് ഓഫ് സബ്സോയിൽ, സോയിലിന്റെ സെറ്റിൽമെന്റ് അൺഈക്വൽ ആയിട്ടുണ്ടാകുന്നത് അത് നമ്മൾ ആദ്യം പറഞ്ഞു. പോണ്ടൊക്കെ എന്തെങ്കിലും നികത്തിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ആണ് ഈ അൺഈക്വൽ സെറ്റിൽമെന്റ്, സോയിലിന് അൺഈക്വൽ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത്. സബ്സോയിൽ ദാറ്റ് ഇസ് ഫൗണ്ടേഷന് താഴെ വരുന്ന സോയിലിന് അൺഈക്വൽ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത് എന്തെങ്കിലും ഒരു നികത്തിയ സ്ഥലമൊക്കെ ആണെങ്കിലാണ് ഈ ഫെയിലിയർ ഉണ്ടാവുക. ഇനി അടുത്തത് തേർഡ് വൺ, ലാറ്ററൽ പ്രഷർ ഓൺ സൂപ്പർ സ്ട്രക്ചർ കോസ് ഓവർ ടേണിംഗ്. അതായത് നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു ലാറ്ററൽ ഫോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓവർ ടേണിങ്, ഒരു ഹെവി ആയിട്ടുള്ള ഒരു ലാറ്ററൽ ലോഡ് വന്നെങ്കിൽ ഓവർ ടേണിങ് പോസിബിലിറ്റി ഉണ്ട്. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോ കാറ്റൊക്കെ വന്നെങ്കിൽ ഈ ഒരു സൈഡിൽ വിൻഡോ ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അത് ക്രോസ് വെന്റിലേഷൻ കൊടുക്കുന്നത് നമ്മൾ ഈ ലാറ്ററൽ പ്രഷർ, സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ഹെവി ലാറ്ററൽ പ്രഷറിനെ ഓവർ ടേണിങ് ഇല്ലാതെ തന്നെ സേഫ് ആയിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് വെന്റിലേഷൻ കൊടുക്കുന്നത്. ഇനി അടുത്തൊരു ഫെയിലിയർ, മൂവ്മെന്റ് ഓഫ് എർത്ത്. ഇപ്പൊ നമ്മൾ ഫൗണ്ടേഷന്റെ ഈ ഒരു സാൻഡ് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലൊക്കെ ഫൗണ്ടേഷൻ ഒക്കെ പണിയുമ്പോൾ ലൂസ് സോയിലൊക്കെ ആണെങ്കിൽ അവിടെ എർത്തിന്റെ ലാറ്ററൽ മൂവ്മെന്റ് കൊണ്ട് ഈ ബോട്ടം സോയിലൊക്കെ നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ ഫെയിൽ ആവും. ഈ ബോട്ടം സാൻഡ് ഒക്കെ രണ്ട് ഡയറക്ഷനിലും മൂവ് ചെയ്തു പോകും. അതാണ് മൂവ്മെന്റ് ഓഫ് എർത്ത്. ലാറ്ററൽ മൂവ്മെന്റ് അവിടെ നടക്കും. ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് കട്ട് ഓഫ് വാൾ അവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഈ ലാറ്ററൽ മൂവ്മെന്റിനെ അത് പ്രിവെന്റ് ചെയ്ത് നിർത്തും. അത് മറ്റൊരു ഫെയിലിയർ. പിന്നെ കോമൺ ആയിട്ട് നമുക്ക് പറയാവുന്ന ഫൗണ്ടേഷൻ ട്രീസ് ഒക്കെ ഒത്തിരി വലിയ കഴിയുമ്പോൾ അതിന്റെ റൂട്ട് കൂടി ഫൗണ്ടേഷനിൽ പോയി ഫൗണ്ടേഷന് ഡാമേജ് ആകാം. അതുപോലെ തന്നെ റൂട്ട്സ് ഒക്കെ ഈ ഫൗണ്ടേഷനിൽ വരുന്ന വാട്ടർ അബ്സോർബ് ചെയ്ത് അവിടെ ഷ്രിങ്കേജ് പോലത്തെ പ്രോബ്ലംസ് ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഫെയിലിയറിന് കാരണം വിഡ്രോവൽ ഓഫ് മോയ്സ്ചർ ഫ്രം സബ്സോയിലിൽ നിന്ന് ഏതെങ്കിലും കാരണത്താൽ വാട്ടർ ഒക്കെ പോവുക, പിന്നെ എന്തെങ്കിലുമൊക്കെ അറ്റ്മോസ്ഫറിക് ആക്ഷൻ. ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു ഫൗണ്ടേഷന് വരുന്ന ഫെയിലിയർ പറയുന്നത്. അടുത്ത ടോപ്പിക് നമ്മൾ ഡീപ് ഫൗണ്ടേഷൻ ആണ് പറയുന്നത്. ഡീപ് ഫൗണ്ടേഷൻ നമ്മൾ പറഞ്ഞു, ഇഫ് ഡെപ്ത് ഗ്രേറ്റർ ദാൻ വിഡ്ത് ഇറ്റ് ഈസ് ഡീപ് ഫൗണ്ടേഷൻ. ഡെപ്ത് ഈസ് ഗ്രേറ്റർ ദാൻ വിഡ്ത്, അത്തരം ഫൗണ്ടേഷൻ ആണ് ഡീപ് ഫൗണ്ടേഷൻ. ഡീപ് ഫൗണ്ടേഷൻ ഒരു എക്സാമ്പിൾ ആണ് പൈൽ ഫൗണ്ടേഷൻ. ഇനി നമുക്ക് ഡീപ് ഫൗണ്ടേഷന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നോക്കാം. ഡീപ് ഫൗണ്ടേഷനിൽ ആദ്യം വരുന്നത് പൈൽ ഫൗണ്ടേഷൻ ആണ്. പൈൽ ഫൗണ്ടേഷൻ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലോഡ് ബെയറിംഗ് പൈൽ, പൈല് രണ്ട് തരത്തിലുണ്ട്, ലോഡ് ബെയറിംഗ് പൈലും നോൺ ലോഡ് ബെയറിംഗ് പൈലും. ലോഡ് ബെയറിംഗ് പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേക്ക് ആക്സിയൽ ലോഡ്, അതായത് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ആക്സിയൽ ലോഡിനെ സേഫ് ആയിട്ട് ഒരു ഹാർഡ് റോക്ക് സ്ട്രാറ്റയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത്തരം പൈൽസ് ആണ് ലോഡ് ബെയറിംഗ് പൈൽസ്. ഇനി ലോഡ് ബെയറിംഗ് പൈൽസ് നമുക്ക് അറിയാവുന്ന ഒരു പൈലാണ്, ആക്സിയൽ ലോഡാണ് അത് എടുക്കുന്നത്. അതുപോലെ പറഞ്ഞു പൈല് നമ്മള് അത് ഇമ്പാക്ട് ലോഡ് കൊടുത്ത് അതിനെ സ്ട്രൈക്ക് ചെയ്ത് ഒരു ഹാർഡ് റോക്ക് സ്ട്രാറ്റ വരെയാണ് നമ്മൾ പെനിട്രേറ്റ് ചെയ്തിരിക്കുക. അങ്ങോട്ട് ഈ ആക്സിയൽ ലോഡിനെ സേഫ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ലോഡ് ബെയറിംഗ് പൈൽ ചെയ്യുന്നത്. ഇനി നോൺ ലോഡ് ബെയറിംഗ് പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തന്നെയാണ് നമ്മൾ ഷീറ്റ് പൈൽ എന്ന സൈറ്റിലൊക്കെ, നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഷീറ്റ് പൈൽ എന്ന് പറയുന്നു. ഈ ഷീറ്റ് പൈൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ സൈറ്റില് സോയില് ലൂസ് ആയിട്ടുള്ള സോയിലാണ്. സോ അതിന്റെ ബെയറിംഗ് കപ്പാസിറ്റി ഒക്കെ കുറവായിരിക്കും, സ്ട്രെങ്ത് കുറവാണ്.
നോൺ ലോഡ് ബെയറിംഗ് പൈൽസ്, ഷീറ്റ് പൈൽ എന്നും കൂടി നമ്മൾ വിളിക്കും. ഒരു ലൂസ് ആയിട്ടുള്ള സോയിലാണ് നമ്മുടെ സൈറ്റ് കണ്ടീഷനിൽ വരുന്നതെങ്കിൽ നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ഷീറ്റിനെ നമ്മൾ നമ്മുടെ ആ സോയിലിലേക്ക് അടിച്ചിറക്കും. നോൺ ലോഡ് ബെയറിംഗ് പൈൽ അഥവാ ഷീറ്റ് പൈൽ നമ്മുടെ, ഞാൻ ഒന്നുകൂടെ അത് പറയാണ്, സോയില് ലൂസാണ്, അതിന്റെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ഷീറ്റുകളെ നമ്മുടെ സോയിലിലേക്ക് നമ്മൾ പെനിട്രേറ്റ് ചെയ്യും. അപ്പോ നമ്മൾ ഈ രണ്ട് കോൺക്രീറ്റ് ഷീറ്റുകൾ ഇങ്ങനെ കോൺക്രീറ്റിലെ നമ്മൾ സോയിലിലേക്ക് അടിച്ചിറക്കുമ്പോൾ ആ രണ്ട് ഷീറ്റ് പൈലുകൾക്ക് ഇടയിലുള്ള സോയിൽ ഒന്ന് ടൈറ്റ് ആകും. ടൈറ്റ് ആയി കഴിയുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് നമുക്ക്, ആ ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് സോയിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ സാധാ ഒരു നോർമൽ പൈല് പോലെ ഒരു ആക്സിയൽ ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാനല്ല നമ്മൾ ഒരിക്കലും നോൺ ലോഡ് ബെയറിംഗ് പൈൽ ഉപയോഗിക്കുന്നത്. ഒരു ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നോൺ ലോഡ് ബെയറിംഗ് പൈൽസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, കുറച്ചുകൂടെ ഡിസ്റ്റർബൻസ് വന്നു. പൈൽ ഫൗണ്ടേഷൻ രണ്ടു തരത്തിലുണ്ട്, ലോഡ് ബെയറിംഗ് പൈൽസും നോൺ ലോഡ് ബെയറിംഗ് പൈൽ. ലോഡ് ബെയറിംഗ് പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ആക്സിയൽ ലോഡിനെ സേഫ് ആയിട്ട് ഒരു ഹാർഡ് റോക്ക് സ്ട്രേറ്റയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന തരത്തിലുള്ള പൈലാണ് ലോഡ് ബെയറിംഗ് പൈൽ. നോൺ ലോഡ് ബെയറിംഗ് പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്സിയൽ ലോഡിനെ, ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ആക്സിയൽ ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ല അതിന്റെ മെയിൻ പർപ്പസ്. നമ്മുടെ സോയിൽ ലൂസാണ്, അതിന്റെ ബെയറിംഗ് സ്ട്രെങ്ത് കുറവാണെങ്കിൽ ലൂസ് ആയിട്ടുള്ള സോയിലിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ഷീറ്റിനെ നമ്മൾ ആ ലൂസ് സോയിലിലേക്ക് പെനിട്രേറ്റ് ചെയ്യും. അപ്പൊ ആ ഷീറ്റ് പൈലുകൾക്ക് ഇടയിലുള്ള സോയിൽ ഒന്ന് ടൈറ്റ് ആകും, അങ്ങനെ അതിന്റെ ബെയറിംഗ് സ്ട്രെങ്ത് കൂടും. അത്തരം പൈൽസിനെയാണ് നോൺ ലോഡ് ബെയറിംഗ് പൈൽ അല്ലെങ്കിൽ ഷീറ്റ് പൈൽ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ലോഡ് ബെയറിംഗ് പൈലിൽ തന്നെ ഡിഫറെന്റ് ലോഡ് ബെയറിംഗ് പൈലില് ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ അതിന്റെ ലെങ്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ലോങ് പൈൽ ആൻഡ് ഷോർട്ട് പൈൽ. ഇഫ് ഡെപ്ത് ഓഫ് പൈൽ ഈസ് ഗ്രേറ്റർ ദാൻ 30, ആ 30 ഓർത്തിരുന്നാൽ മതി. അത് വെച്ചാണ് നമ്മൾ ലോങ് പൈലാണോ ഷോർട്ട് പൈലാണോ. ഡെപ്ത് ഗ്രേറ്റർ ദാൻ 30 മീറ്റർ ആണെങ്കിൽ അത് ലോങ് പൈൽ, ലെസ് ദാൻ 30 മീറ്റർ ആണെങ്കിൽ അത് ഷോർട്ട് പൈൽ ആയിരിക്കും. പിന്നെ മറ്റൊരു പൈലാണ് ബാറ്റർ പൈൽ. ബാറ്റർ പൈൽ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സ്ട്രക്ചറിൽ ഇപ്പൊ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലോഡ് വരികയാണെങ്കിൽ അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ടായിരിക്കും. ഈ ബാറ്റർ പൈല് നമ്മൾ കൊടുക്കുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. രണ്ട് കാര്യങ്ങൾ പഠിക്കണം ബാറ്റർ പൈലില്. ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പൈൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാറ്റർ പൈലാണ്. അതുപോലെ ബാറ്റർ പൈലിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടു റെസിസ്റ്റ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഒരു ഇൻക്ലൈൻഡ് ലോഡ് വരുമ്പോൾ അവിടെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ടാകും. ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടു റെസിസ്റ്റ് ദിസ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ബാറ്റർ പൈൽ നമ്മൾ അപ്ലൈ ചെയ്യും, യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈലാണ് ബാറ്റർ പൈൽ. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷനിൽ വന്നിട്ട് എങ്ങനെ ലോഡ് എടുക്കും എന്നതിനെ വെച്ചുകൊണ്ട് നമുക്ക് എൻഡ് ലോഡ് ബെയറിംഗ് പൈൽ അല്ലെങ്കിൽ സസ്റ്റൈനിങ് പൈൽ. നമ്മൾ ഏതൊരു പൈലിന്റെ ആയാലും അതിന്റെ മറ്റു പേരുകളോട് കൂടി ഓർത്തിരിക്കുക. ഓപ്ഷനിൽ ചിലപ്പോൾ എൻഡ് ലോഡ് ബെയറിംഗ് പൈൽ എന്നായിരിക്കില്ല, സസ്റ്റൈനിങ് പൈൽ എന്നായിരിക്കും. അതുപോലെ അടുത്തത് ഫ്രിക്ഷൻ പൈൽ ഓർ ഫ്ലോട്ടിംഗ് പൈൽ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇനി നോക്കാം. എൻഡ് ലോഡ് ബെയറിംഗ് പൈൽ ഓർ സസ്റ്റൈനിങ് പൈൽ. അടുത്തത് ഫ്രിക്ഷൻ പൈൽ ഓർ ഫ്ലോട്ടിംഗ് പൈൽ. ലോങ് പൈലും ഷോർട്ട് പൈൽ, ബാറ്റർ പൈൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡെപ്ത് വെച്ച് പറയുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 30 മീറ്റർ ആണെങ്കിൽ ലോങ് പൈൽ, ലെസ് ദാൻ 30 മീറ്റർ ആണെങ്കിൽ ഷോർട്ട് പൈൽ. ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന പൈലാണ് ബാറ്റർ പൈൽ. ഹൊറിസോണ്ടൽ ത്രസ്റ്റിനെ എടുക്കുന്നതിന് വേണ്ടി, റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പൈലാണ് ബാറ്റർ പൈൽ. ഇനി അടുത്തത് രണ്ട് ലോഡ് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എൻഡ് ലോഡ് ബെയറിംഗ് പൈൽ ഓർ സസ്റ്റൈനിങ് പൈൽ. അടുത്തത് ഫ്രിക്ഷൻ പൈൽ ഓർ ഫ്ലോട്ടിംഗ് പൈൽ.
എൻഡ് ലോഡ് ബെയറിംഗ് പൈൽ ഓർ സസ്റ്റൈനിങ് പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഗ്രൗണ്ട്. നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ പൈലിനെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് താഴേക്ക് കൊണ്ടുവരികയാണ്. താഴേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഈ പൈലിന്റെ പെനിട്രേഷൻ നിർത്തുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈൽ ഒരു ഹാർഡ് സ്ട്രാറ്റയിൽ എത്തുന്നത് വരെ നമ്മൾ അതിനെ പൈലിനെ ഡ്രൈവ് ചെയ്ത് താഴെ വരെ കൊണ്ടുവരും. ഒരു ഹാർഡ് സ്ട്രാറ്റ എത്തുന്നത് വരെ നമ്മൾ അതിനെ സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുവരും. അത്തരം പൈലിനെയാണ് എൻഡ് ബെയറിംഗ് പൈൽ അല്ലെങ്കിൽ സസ്റ്റൈനിങ് പൈൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത പൈലാണ് ഫ്രിക്ഷൻ പൈൽ ഓർ ഫ്ലോട്ടിംഗ് പൈൽ. ഫ്രിക്ഷൻ പൈൽ ഓർ ഫ്ലോട്ടിംഗ് പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മളിങ്ങനെ പൈലിനെ പെനിട്രേറ്റ് ചെയ്ത് ഈ ഒരു ഡെപ്ത് വരെ കൊണ്ടുവന്നു. പക്ഷെ ഇനിയും ഹാർഡ് സ്ട്രാറ്റ എത്താനായിട്ട് ഇനിയും ഒത്തിരി ദൂരം ഈ പൈലിനെ ഡ്രൈവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഇതിൽ വരുന്ന ആക്സിയൽ ലോഡ് W, അതുപോലെ തന്നെ നമ്മൾ ഈ പൈൽ പെനിട്രേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഇമ്പാക്ട് ലോഡ് എല്ലാം കൂടി ടോട്ടൽ ഇതിൽ വരുന്ന ലോഡ് W ആണ്. നമ്മൾ പറഞ്ഞു ഈ പൈലിനെ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ സം ഫ്രിക്ഷൻ ഫോഴ്സ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടാവും. അതിനെ ഞാൻ F എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു സം പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ ഈ ടോട്ടൽ ആക്സിയൽ ലോഡ് ബിക്കം ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ എത്തിക്കഴിയുമ്പോൾ, ഇങ്ങനെ ഒരു ഡെപ്തിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ ആ പൈല് സ്റ്റേബിൾ ആണ്. അപ്പൊ അതിന് ആ ലോഡിനെ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു താഴെ വരെ പോസിബിൾ അല്ല. ഹാർഡ് സ്ട്രാറ്റ ഒത്തിരി ഡെപ്ത് ബിലോയാണ്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പേര് നോക്കാം, ഫ്രിക്ഷൻ പൈൽ. ഈ സൈഡ് സോയിൽ പൈലിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ വഴിയാണ് ഈ ആക്സിയൽ ലോഡിനെ അത് എടുക്കുന്നത്. ഈ പൈല് ആക്സിയൽ ലോഡിനെ എടുക്കുന്നത് ആ പൈലിന്റെ ചുറ്റും ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ, സോയിൽ ഫ്രിക്ഷൻ വഴിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫ്രിക്ഷൻ പൈൽ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫിഗറിൽ നോക്കുമ്പോൾ തന്നെ പറയാം, ഇത് ഈ ഒരു ഏരിയയിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക, ഹാർഡ് സ്ട്രാറ്റ വരെ എത്തിയിട്ടില്ല. ഈ ഒരു ഏരിയയിൽ വന്നിട്ട് നമ്മൾ അതിനെ നിർത്തി. W ബിക്കം ആക്സിയൽ ലോഡ് നമ്മുടെ ഫ്രിക്ഷൻ ഫോഴ്സുമായിട്ട് ഈക്വൽ ആയണ വരെയാണ് നമ്മൾ പെനിട്രേറ്റ് ചെയ്തത്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാതെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ഫ്ലോട്ടിംഗ് പൈൽ എന്നും കൂടി ഒരു പേര് വന്നത്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു, എൻഡ് ബെയറിംഗ് പൈൽ ഓർ സസ്റ്റൈനിങ് പൈൽ, അടുത്ത ഫ്രിക്ഷൻ പൈൽ ഓർ ഫ്ലോട്ടിംഗ് പൈൽ. ഇനി ഡീപ് ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷനെ തന്നെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു മെറ്റീരിയൽ, മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ്. മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 6 ക്ലാസിഫിക്കേഷൻ. കാസ്റ്റ് അയൺ പൈൽസ് ഉണ്ട്. സെക്കൻഡ് വൺ കാസ്റ്റ് അയൺ പൈൽ, കോൺക്രീറ്റ് പൈൽ, സാൻഡ് പൈൽ, ടിംബർ പൈൽ, റോട്ട് അയൺ പൈൽ. അപ്പൊ നമുക്കത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ കാസ്റ്റ് അയൺ പൈലാണ്. കാസ്റ്റ് അയൺ എന്താണെന്ന് നമുക്കറിയാം, 2 to 4% കാർബൺ കണ്ടന്റ് ഉള്ള അയണാണ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയണിന് നമ്മൾ പൈലായിട്ട് യൂസ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട 2 അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയൺ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്, അതുപോലെ കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നല്ലൊരു പൈൽ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കാസ്റ്റ് അയണിനെ യൂസ് ചെയ്യാം. കാസ്റ്റ് അയൺ പൈൽസ് യൂഷ്വലി ഇതുപോലെ ഹോളോ ആയിട്ടുള്ള ഒരു സം തിക്നെസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഹോളോ ആയിട്ടുള്ള ഒരു പൈലാണ് കാസ്റ്റ് അയൺ പൈല്. ഇപ്പൊ കാസ്റ്റ് അയൺ പൈല് നമ്മളൊരു പൈൽ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാനുള്ള അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് അതിന്റെ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്, അതുപോലെ കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. എന്നാൽ അതിന് കുറച്ച് ഡീമെറിറ്റ്സ് കൂടിയുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പൈല് ഹെവി ലോഡ് കൊടുത്ത് നമ്മൾ അടിച്ചടിച്ചിറക്കുകയാണ്. അപ്പൊ ഇതിന് ഹെവി ഇമ്പാക്ട് ലോഡ് എടുക്കാൻ സാധിക്കില്ല. കാരണം അതിന്റെ കാസ്റ്റ് അയണിന്റെ ടഫ്നെസ് ഇൻഡെക്സ് ലെസ് ആണ്. ടഫ്നെസ് ഇൻഡെക്സ് ലെസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഈ കാസ്റ്റ് അയൺ പൈലിനെ അടിച്ചിറക്കാൻ പറ്റില്ല. ആ ഇമ്പാക്ട് ലോഡ് വരുമ്പോ ആ മെറ്റീരിയൽ ഫെയിൽ ആയി പോകും.
കാസ്റ്റ് അയണിന്റെ ടഫ്നെസ് ഇൻഡെക്സ് കുറവായതുകൊണ്ട്. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ കാസ്റ്റ് അയൺ പൈൽസിനെ സ്ക്രൂ ചെയ്താണ്, കാസ്റ്റ് അയൺ പൈൽ ഇങ്ങനെ ത്രെഡഡ് ആയിരിക്കും, അതിനെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ആയിരിക്കും നമ്മുടെ സോയിലേക്ക് പെനിട്രേറ്റ് ചെയ്യുക. അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്ന കോൺക്രീറ്റ് പൈലാണ്. മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് പൈലാണ്. കോൺക്രീറ്റിന്റെ പ്രത്യേകത നമുക്ക് എല്ലാം അറിയാം, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. കംപ്രസീവ് സ്ട്രെങ്ത് ഹൈ ആണ് കോൺക്രീറ്റ് പൈൽസിന്റെ കേസിൽ. കോൺക്രീറ്റ് പൈലിന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പ്രീകാസ്റ്റ് പൈൽ എന്നും കാസ്റ്റ് ഇൻസിറ്റു പൈൽ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രീകാസ്റ്റ് പൈൽ എന്നും കാസ്റ്റ് ഇൻസിറ്റു പൈൽ. കാസ്റ്റ് ഇൻസിറ്റു പൈലിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈൽ ആൻഡ് അൺകേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈൽ. അപ്പോ കോൺക്രീറ്റ് പൈലിന്റെ പ്രത്യേകത, കോൺക്രീറ്റ് മെറ്റീരിയലിന് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. കോൺക്രീറ്റ് പൈൽ രണ്ട് ടൈപ്പ് ആണുള്ളത്, പ്രീകാസ്റ്റ് പൈലും കാസ്റ്റ് ഇൻസിറ്റു പൈലും. കാസ്റ്റ് ഇൻസിറ്റു പൈലിനെ അഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈൽ ആൻഡ് അൺകേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈൽ. ഇനി നമുക്ക് പ്രീകാസ്റ്റ് പൈലിനെ കുറിച്ച് ഒന്ന് നോക്കാം. പ്രീകാസ്റ്റ് പൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ, നമ്മുടെ സൈറ്റിൽ വെച്ചാൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ വെച്ച് നമ്മൾ, ഫാക്ടറി മെയ്ഡ് ആയിരിക്കും, നേരത്തെ കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവന്ന് ഡയറക്റ്റ് പ്ലേസ് ചെയ്യാണ്. അപ്പൊ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി അത് കീപ്പ് ചെയ്യും. അത് പിന്നെ അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫാക്ടറിയിൽ നിന്ന് നമുക്ക് സൈറ്റ് വരെ എത്തിക്കണം. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഡിഫിക്കൽട്ടി, പ്രീകാസ്റ്റ് എലമെന്റ്സ് എല്ലാം നമ്മൾ അങ്ങനെയാണ് ഫാക്ടറിയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്താണ് കൊണ്ടുവരിക. പക്ഷെ ഇത് പൈലാണ്, നമ്മൾ പറഞ്ഞു 30 മീറ്റർ അതിന് മുകളിലൊക്കെ വരും. അപ്പൊ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു സാധനം. പിന്നെ അതുപോലെ തന്നെ സം കേസിൽ നമ്മൾ ഫാക്ടറിയിൽ ഒരു ലെങ്ത്തിൽ അതിനെ കൊണ്ടുവന്നു, നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മൾ ഇത് സൈറ്റിൽ കൊണ്ടുവന്ന് അതിനെ പെനിട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൈലിന്റെ ലെങ്ത് കുറവാണ്. പക്ഷെ നമുക്ക് ഹാർഡ് സ്ട്രൈറ്റ് വരെ എത്തണമെങ്കിൽ ഇനിയും അത് താഴോട്ട് പെനിട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലെങ്ത് കുറവായിട്ടൊരു കേസ് വരികയാണെങ്കിൽ, ഇൻസഫിഷ്യന്റ് ഡെപ്ത് ആണെങ്കിൽ പിന്നെ നമുക്ക് ഗ്രൗണ്ട് ലെവൽ വരെ ഈ പൈലിനെ കിട്ടണം. ഗ്രൗണ്ട് ലെവൽ വരെ പൈലിനെ കിട്ടണമെങ്കിൽ ആ പൈല് നമ്മൾ പെനിട്രേറ്റ് ചെയ്തതിനു ശേഷം ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് സ്റ്റീല് പുറത്തെടുത്തിട്ട്, പ്രീകാസ്റ്റ് ആകുമ്പോൾ അതിൽ സ്റ്റീൽ മെമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. സ്റ്റീല് പുറത്തെടുത്തിട്ട് പിന്നെ അഡീഷണൽ സ്റ്റീല് കണക്ട് ചെയ്ത് വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ വരെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടുവരും. അപ്പൊ അവിടെ ഒരു ജോയിന്റ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരും. പിന്നെ ഡെപ്ത്, ഇനി ചില കേസിൽ നമുക്ക് വേണ്ടതിനേക്കാളും എക്സസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് മുകളിലായിട്ട്, ഇത് ഗ്രൗണ്ട് ആണെങ്കിൽ അതിന് മുകളിൽ നിൽക്കും. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് മാറ്റണം, എന്നിട്ട് പൈൽ ക്യാപ്പൊക്കെ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അതും ഒരു ഡിമെറിറ്റ് ആണ് അതിന്റെ പ്രീകാസ്റ്റ് പൈലിന്റെ. അതുപോലെ തന്നെ മറ്റൊരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സർക്കുലർ ഷേപ്പിൽ ഇതിനെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം 30 മീറ്റർ അതിലും കൂടുതലായിട്ട് ഒരു ലെങ്ത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ കിടത്തി തന്നെ വേണം. ഇങ്ങനെ അതിനെ കാസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു സർക്കുലർ ഷേപ്പ് അതിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. കൂടുതലായിട്ടും പ്രീകാസ്റ്റ് പൈല് റെക്ടാങ്കുലർ ഓർ സ്ക്വയർ ഷേപ്പിലാണ് കാസ്റ്റ് ചെയ്യാറ്. അപ്പൊ ഇത്രയാണ് പ്രീകാസ്റ്റ് പൈലിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് കാസ്റ്റ് ഇൻസിറ്റു പൈൽ. കാസ്റ്റ് ഇൻസിറ്റു പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ വെച്ചാണ് അതിനെ കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി ലെസ് ആയിരിക്കും, ലെസ് ക്വാളിറ്റി ആയിരിക്കും കാസ്റ്റ് ഇൻസിറ്റു പൈലിന്. പ്രീകാസ്റ്റ് പൈലാണെങ്കിൽ ഫാക്ടറി മെയ്ഡ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷെ ഇവിടെ ലെസ് ക്വാളിറ്റി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ കോൺക്രീറ്റ് ഡയറക്റ്റ് സൈറ്റിൽ ചെയ്യുന്ന കാരണം അതിന്റെ സറൗണ്ടിങ്ങിൽ വരുന്ന സോയിലൊക്കെ ഈ കോൺക്രീറ്റിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കാം. നമ്മൾ സം ഡെപ്തില് കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് കോൺക്രീറ്റ് പൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് സറൗണ്ടിങ് വരുന്ന സോയിലെല്ലാം ഈ കോൺക്രീറ്റിൽ നിന്നുള്ള വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കാം. അപ്പൊ ഈ വാട്ടർ അബ്സോർബ് ചെയ്തെടുത്താൽ പിന്നീട് കോൺക്രീറ്റിന് വേണ്ട കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ടുള്ള വാട്ടർ സഫീഷ്യന്റ് ആയിട്ട് അവിടെ കിട്ടില്ല.
അപ്പോൾ ഹൈഡ്രേഷൻ ഒന്നും പോസിബിൾ ആയിട്ട് നടക്കില്ല. അപ്പൊ അവിടെ അതിന്റെ സ്ട്രെങ്ത് അതിനനുസരിച്ച് കുറയും. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ഡെപ്തിൽ നമ്മള് പെനിട്രേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാം. അപ്പൊ ചില ഏരിയയിലൊക്കെ മണ്ണ് വന്ന് കൂടി ഉണ്ടാകാം. അപ്പൊ ആ ഒരു ഏരിയയിലേക്കൊക്കെ അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞത്. ഒന്ന്, സറൗണ്ടിങ് സോയിൽ വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കും. പിന്നെ സോയിൽ ഇങ്ങോട്ട് ഇടിഞ്ഞു വീണിട്ട് ആ ഭാഗത്ത് കോൺക്രീറ്റ് എത്താതെ വരിക. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കേസിങ് അതിന് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ആ കേസിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നതനുസരിച്ച് നമുക്ക് കാസ്റ്റ് ഇൻസിറ്റു പൈലിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അൺകേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈൽ. അപ്പൊ കേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈലിന് ചുറ്റും ഒരു തിൻ സ്റ്റീൽ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോ ഇതാണ് നമ്മുടെ പൈലെങ്കിൽ അതിന് ചുറ്റുമായിട്ട് ഒരു തിൻ ഷീറ്റ് കൂടി ഉണ്ടാകും. അപ്പൊ ഡയറക്റ്റ് സോയിലുമായിട്ടുള്ള കോണ്ടാക്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ കേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈലാണ്ട് അൺകേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈല് നമുക്ക് എന്താ ക്ലാസിഫൈ ചെയ്യാം കാസ്റ്റ് ഇൻസിറ്റു പൈല്. അത് നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Cased cast in situ pile and uncased ാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റൻ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ആ പേരുകൾ തന്നെ കാസ്റ്റ് ഇൻസിറ്റു പൈലുകൾ 6 എണ്ണമാണ് വരുന്നത്. കേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈലിന്റെ പേരുകൾ നോക്കി വെക്കാം. റെയ്മണ്ട് പൈൽ, കോബി ന്യൂമാറ്റിക് മാൻഡ്രിൽ പൈൽ. ഫസ്റ്റ് വൺ റെയ്മണ്ട് പൈൽ, സെക്കൻഡ് വൺ കോബി ന്യൂമാറ്റിക് മാൻഡ്രിൽ പൈൽ, then third one MacArthur pile, then button bottom pile, BSP അഥവാ ബേസ് ഡ്രിവൺ പൈൽ, സ്വേജ് പൈൽ, മോണോട്യൂബ് പൈൽ. അതുപോലെ തന്നെ അൺകേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈല് സിംപ്ലക്സ് പൈൽ, ഫ്രാങ്കി പൈൽ, വിബ്രോ പൈൽ, പെഡസ്റ്റൽ പൈൽ, പ്രഷർ പൈൽ, അണ്ടർ റീംഡ് പൈൽ. ഇത്രയാണ് കാസ്റ്റ് ഇൻസിറ്റു പൈലിലെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. കേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈലിലും അൺകേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈലും പേരുകളെല്ലാം ഓർത്തിരിക്കാം. ഇനി അതിനെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈലില് ഫസ്റ്റ് വൺ റെയ്മണ്ട് പൈൽ. റെയ്മണ്ട് പൈൽ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ പറഞ്ഞു കേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ വെച്ചാണ്. അപ്പം സോയിലുമായിട്ട് കോൺടാക്ട് വരാം. അപ്പൊ സോയിൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യാം. സോയിൽ ഇവിടെ വന്നിട്ട് കോൺക്രീറ്റിന്റെ കറക്റ്റ് പെനിട്രേഷൻ, കറക്റ്റ് എല്ലാ ലൊക്കേഷനിലും കോൺക്രീറ്റ് എത്താതെ വരിക. അപ്പോൾ നമ്മള് ഈ മണ്ണുമായിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് പൈൽ കോൺക്രീറ്റിന് വരാതിരിക്കാനായിട്ട് നമ്മൾ അവിടെ ഒരു സ്റ്റീൽ ഷെല്ല് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഒരു സ്റ്റീൽ ഷെല്ല് കൊടുക്കും. ഇനി ഈ സ്റ്റീൽ ഷെല്ലിന്റെ അകത്തായിട്ടൊരു കോർ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. സ്റ്റീൽ ഷെല്ല്, then ഒരു കോർ. ഈ കോറില് കുറച്ച് ബ്ലേഡ്സ് കാണാം. ഈ കോറിന്റെ പേരാണ് മെക്കാനിക്കൽ കൊളാപ്സിബിൾ മാൻഡ്രൽ. അപ്പൊ ഒരു സ്റ്റീൽ ഷീറ്റ് ഉണ്ട്, മെക്കാനിക്കൽ കൊളാപ്സിബിൾ മാൻഡ്രൽ ഉണ്ട്. ഈ മെക്കാനിക്കൽ കൊളാപ്സിബിൾ മാൻഡ്രല് ഇപ്പൊ ഈ സ്റ്റീൽ കോറിനെ ഒന്നും ടച്ച് ചെയ്യാതെ കൊളാപ്സിബിൾ ആയിട്ട് നിൽക്കുന്നത്. ഇനി ഈ ടോപ്പിൽ ഒരു ബേസ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഈ മെക്കാനിക്കൽ കൊളാപ്സിബിൾ മാൻഡ്രലിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കേബിൾ ഉണ്ടാവും. ഈ കേബിള് നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ അതിന്റെ ഈ
കൊളാപ്സിബിൾ ആയിട്ടുള്ള ഈ ടീത്ത് എല്ലാം നിവരും. അങ്ങനെ ഹൊറിസോണ്ടൽ ഷേപ്പിലേക്ക് അത് നിവർന്നു വന്നിട്ട് ഈ സ്റ്റീൽ ഷീറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ ബേസ് പ്ലേറ്റിലേക്ക് ഹാമർ വെച്ച് അടിച്ച് നമുക്ക് ഈ സ്റ്റീൽ ഷീറ്റിനെ നമുക്ക് താഴേക്ക് ഇറക്കി അവസാനം നമ്മുടെ ഹാർഡ് സ്ട്രേറ്റ വരെ എത്തിക്കാം. അങ്ങനെ ഹാർഡ് സ്ട്രേറ്റ വരെ എത്തിച്ചു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഹാർഡ് സ്ട്രേറ്റയിൽ വരെ നമ്മുടെ ഈ സ്റ്റീൽ ഷീറ്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഈ ടോപ്പിലുള്ള കേബിൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ മെക്കാനിക്കൽ കൊളാപ്സിബിൾ മാൻഡ്രലിന്റെ ഈ ടീത്ത് എല്ലാം കൊളാപ്സ് ചെയ്ത് ചുരുങ്ങും. അതായത് ഈ സ്റ്റീൽ ഷീറ്റിൽ നിന്ന് വിട്ടു നിൽക്കും. അപ്പൊ നമുക്ക് അതിനെ ഉയർത്തിയെടുക്കാം. അങ്ങനെ ഈ മെക്കാനിക്കൽ കൊളാപ്സിബിൾ മാൻഡ്രലിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ ബാക്കി വന്നിട്ട് ഇങ്ങനെ ഈ സ്റ്റീൽ ഷീറ്റ് നമ്മുടെ ഹാർഡ് സ്ട്രേറ്റയിൽ ടച്ച് ചെയ്ത് നിൽക്കും. അവിടെ ഇനി നമുക്ക് പൈലിനുള്ള കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റീൽ ഷീറ്റ് ഇവിടെ ഉള്ള കാരണം സറൗണ്ടിങ് സോയിൽ നിന്നുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് നമുക്ക് ഒഴിവാക്കാം. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെയ്മണ്ട് പൈൽ കേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈലില് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് റെയ്മണ്ട് പൈൽ. റെയ്മണ്ട് പൈലിന്റെ ഓരോ ഭാഗങ്ങൾ പറയാം. ആദ്യം അതിനൊരു സ്റ്റീൽ ഷെല്ല് ഉണ്ടായിരിക്കും. ആ സ്റ്റീൽ ഷെല്ലിന്റെ അകത്തായിട്ട് ഒരു മെക്കാനിക്കൽ കൊളാപ്സിബിൾ മാൻഡ്രൽ ഉണ്ടായിരിക്കും. ആ മാൻഡ്രലിന്റെ ടീത്ത് കൊളാപ്സിബിൾ ആക്കാനും പിന്നെ അത് നിവൃത്തി വെക്കാനും നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ട് അതിന് ടോപ്പിൽ ഒരു കേബിളിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും. ആ കേബിൾ വലിച്ചു കഴിയുമ്പോൾ ഈ കൊളാപ്സിബിൾ മാൻഡ്രലിന്റെ ടീത്ത് ഒക്കെ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്നു. ഈ സ്റ്റീൽ ഷെല്ലിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കും. അപ്പൊ നമുക്ക് ടോപ്പിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ബേസ് പ്ലേറ്റിലേക്ക് ഹാമർ ചെയ്ത് സ്ട്രൈക്ക് ചെയ്ത് നമുക്ക് ഈ സ്റ്റീൽ ഷെല്ലിനെ ഒരു ഹാർഡ് സ്ട്രേറ്റ വരെ പെനിട്രേറ്റ് ചെയ്തുകൊണ്ടിരാം. വൺസ് അത് ഹാർഡ് സ്ട്രേറ്റയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഈ മെക്കാനിക്കൽ കൊളാപ്സിബിൾ മാൻഡ്രൽ അഗെയിൻ കേബിളിന്റെ സഹായത്തോടു കൂടി അതിനെ കൊളാപ്സിബിൾ ആക്കിയിട്ട് അതിനെ നമുക്ക് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ ഹാർഡ് സ്ട്രേറ്റയിൽ ഈ സ്റ്റീൽ ഷെല്ല് മാത്രമായിരിക്കും. അപ്പൊ ഈ സ്റ്റീൽ ഷെല്ലിന്റെ അകത്തേക്ക് നമുക്ക് പൈൽ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാം. അപ്പോ നമുക്ക് ഈ പൈൽ കോൺക്രീറ്റും സോയിലും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് അവിടെ അവോയ്ഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആ ഒരു ഡിഫിക്കൽട്ടി അവിടെ മാറ്റിയെടുക്കാം. പക്ഷെ ഇവിടെ വരുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാർഡ് സ്ട്രാറ്റയില് സ്റ്റീൽ ഷെല്ലിനെ കൊണ്ടുവന്നു. ഈ കോൺക്രീറ്റ് ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ടില്ല. ഇങ്ങനെ ഇങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷവും ഈ സോയിൽ ഒരു കംപ്രസീവ് ഫോഴ്സ് ഈ സ്റ്റീൽ ഷീറ്റിലേക്ക് അപ്ലൈ ചെയ്യണ്ടാവും. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ അതിന് ഷ്രിങ്കേജോ അതിന്റെ വിട്ടൊക്കെ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. റെയ്മണ്ട് മെത്തേഡ് ഒരു ഓൾഡ് മെത്തേഡാണ്. സോയിലിൽ കംപ്രഷൻ ഉണ്ടാകാം എന്നുള്ളത് അത് അതിന്റെ മറ്റൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊളാപ്സിബിൾ മാൻഡ്രലിന്റെ ബ്ലേഡ് നിവർന്നു നിൽക്കുന്ന സമയത്ത് അത് കുറച്ച് പോയിന്റുകളിലായിട്ട് ടച്ച് ചെയ്ത് നിൽക്കായിരിക്കും. ഈ സ്റ്റീൽ ഷെല്ലിന്റെ ചില പോയിന്റുകളിലായിരിക്കും ഈ ടീത്ത് ടച്ച് ചെയ്ത് നിൽക്കുക. അപ്പൊ നമ്മൾ ഈ താഴേക്ക് ഹാമർ ചെയ്ത് ഇറക്കുന്ന സമയത്ത് ഈ സ്റ്റീൽ ഷെല്ലിന്റെ ചില ഏരിയകളൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ പിന്നെ നമുക്ക് ആ മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യുന്നു. നമ്മള് സ്റ്റീൽ ഷെല്ല് ഇറക്കിയിരിക്കുന്നത് തന്നെ സറൗണ്ടിങ് സോയിൽ നിന്നുള്ള ആ ഡയറക്റ്റ് കോണ്ടാക്ട് ഒഴിവാക്കാനാണ്. സറൗണ്ടിങ് സോയിലുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ കോൺക്രീറ്റിൽ നിന്ന് വാട്ടർ സോയിൽ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റീൽ ഷെല്ല് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റീൽ ഷെല്ലിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് സോയിലുമായിട്ടുള്ള ഡയറക്റ്റ് ഒരു കേസിംഗ് കൊടുക്കാം, ഡയറക്റ്റ് കോണ്ടാക്ട് ഒഴിവാക്കാം. പക്ഷെ അവിടെ ഇത്രയും ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇനി അതിന്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ കോബി ന്യൂമാറ്റിക് മാൻഡ്രൽ പൈൽ. കോബി ന്യൂമാറ്റിക് മാൻഡ്രൽ പൈൽ എന്ന് പറയുമ്പോൾ റെയ്മണ്ട് പൈലിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്തുകൊണ്ട്
നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പൈലാണ് കോബി ന്യൂമാറ്റിക് മാൻഡ്രൽ പൈൽ. കോബി ന്യൂമാറ്റിക് മാൻഡ്രൽ പൈൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിനൊരു സ്റ്റീൽ ഷെല്ല് ഉണ്ടായിരിക്കും. സ്റ്റീൽ ഷെല്ലിനെ നമ്മളൊരു ഹാർഡ് സ്ട്രേറ്റ വരെ ഡ്രിവൺ ചെയ്ത് കൊണ്ടുവരും. മറ്റൊരിടത്ത് നമ്മൾ ഒരു മെക്കാനിക്കൽ കൊളാണെങ്കിൽ ഇവിടെ നമുക്ക് എയർ ഫില്ല് ചെയ്യുന്ന ഒരു ഇന്നറിലൊരു ട്യൂബാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന് വേറെ കൊളാപ്സിബിൾ ടീത്ത് ഒന്നുമില്ല. ആദ്യം ഒരു സ്റ്റീൽ ഷെല്ലുണ്ട്. ആ സ്റ്റീൽ ഷെല്ലിന് നമ്മൾ ഹാർഡ് സ്ട്രേറ്റ വരെ സ്ട്രൈക്ക് ചെയ്ത് എത്തിക്കാൻ വേണ്ടി ഒരു എയർ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്നർ ട്യൂബാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഇതിന്റെ ടോപ്പിൽ നിന്ന് ഇതിലിങ്ങനെ എയർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ എയർ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്യൂബ് ഇങ്ങനെ വികസിച്ച് ഈ സ്റ്റീൽ ഷെല്ലിന്റെ എല്ലാ പോർഷനിലും ടച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഒരു സ്റ്റീൽ ഷെല്ലുണ്ട്, അതിന് ഒരു ഇന്നർ ട്യൂബ് ഉണ്ട്, അതിൽ നമുക്ക് എയർ ഫില്ല് ചെയ്യാൻ പറ്റും. എയർ ഫില്ല് ചെയ്യുമ്പോൾ അത് വീർത്ത് ഇവിടെ എല്ലാം ടച്ച് ചെയ്തിരിക്കും. അപ്പൊ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്തിരിക്കുമ്പോൾ ഈ എയർ പ്രഷർ കൊണ്ടാണ് പിന്നെ ഈ സ്റ്റീൽ ഷെല്ല് താഴേക്ക് പോയി നമുക്ക് എത്തേണ്ട ആ ഒരു ഡെപ്ത് വരെ നമുക്ക് അതിനെ എത്തിക്കാൻ പറ്റും. എയർ ഫില്ല് ചെയ്ത് എല്ലാ ഏരിയകളിലും ടച്ച് ചെയ്തിരിക്കുന്ന കാരണം തന്നെ ഈ സ്റ്റീൽ ഷെല്ല് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഇവിടെ കുറവാണ്. അതാണ് കോബി ന്യൂമാറ്റിക് മാൻഡ്രൽ പൈലിന് റെയ്മണ്ട് പൈലിൽ നിന്നുള്ള ഒരു അഡ്വാൻറ്റേജ്. പക്ഷെ ഈ കേസിലും ഒരു ഡിസഡ്വാൻറ്റേജ് പിന്നെ ഈ എയർ ഫിൽഡ് ട്യൂബ് എയർ ഫില്ല് ചെയ്ത് ആ എയർ പ്രഷർ കൊണ്ട് നമ്മൾ ഇവിടം വരെ എത്തി ഇതിന് വേറെ അത് ബ്രേക്ക് ആവോ ഡാമേജ് ആവുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ വീണ്ടും ഇവിടുന്ന് നമ്മളൊരു എയർ ഒക്കെ ഇതിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ട് വീണ്ടും അത് പഴയ സ്റ്റേജിലേക്ക് ആവുമ്പോൾ നമുക്ക് ഈ എയർ ഫിൽഡ് ഇന്നർ ട്യൂബ് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാം. അപ്പോഴും ഈ സറൗണ്ടിങ് സോയിൽ നിന്നുള്ള കംപ്രഷൻ കാരണം ഈ സ്റ്റീൽ ഷെല്ല് പല സ്ഥലങ്ങളിലും അതിന്റെ ഏരിയ ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഡിസഡ്വാൻറ്റേജ് വീണ്ടും ഈ കോബി ന്യൂമാറ്റിക് മാൻഡ്രൽ പൈലിലും കണ്ടിന്യൂ ചെയ്തു വരികയാണ്. റെയ്മണ്ട് പൈലിലും സെയിം ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, കോബി ന്യൂമാറ്റിക് മാൻഡ്രൽ പൈലിലും അതുണ്ട്. പക്ഷെ ഈ കൊളാപ്സിബിൾ മാൻഡ്രലിന്റെ ടീത്ത് കാരണമുള്ള ആ ഒരു ഡാമേജ് കോബി ന്യൂമാറ്റിക് മാൻഡ്രൽ പൈലില്ല. ഇവിടെ എയർ ഫിൽഡ് ഇന്നർ ട്യൂബ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് മാക് ആർതർ പൈൽ. മാക് ആർതർ പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ടർ കേസിംഗ് ഉണ്ടാകും, അതുപോലെ ഒരു സോളിഡ് ആയിട്ടുള്ള ഇന്നർ കോറും ഉണ്ടാകും. ഒരു ഔട്ടർ കേസിംഗ് ഉണ്ടാകും, ഇതൊരു ഔട്ടർ കേസിംഗ് ഉണ്ടാകും, അതുപോലെ ഇന്നർ കോറും ഉണ്ടാകും. ഇത്തരം ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ഹാർഡ് സ്ട്രാറ്റ വഴി ഹാമർ ചെയ്ത് സ്ട്രൈക്ക് ചെയ്ത് ഈ ഹാർഡ് സ്ട്രാറ്റയിൽ കൊണ്ടുവരും. ഇങ്ങനെ ഹാർഡ് സ്ട്രാറ്റയിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഈ ഔട്ടർ സോളിഡ് കോറിനെ നമ്മൾ പുറത്തേക്ക് എടുക്കും. ഔട്ടർ സോളിഡ് കോർണർ. അപ്പൊ ആദ്യത്തെ എന്താ പറഞ്ഞത്, ഒരു കേസിംഗ് ഉണ്ടായിരിക്കും. ഈ കേസിംഗിന്റെ അകത്തായിട്ട് ഒരു സോളിഡ് കോർ ഉണ്ടായിരിക്കും. ഇപ്പൊ കേസിംഗ് ഉണ്ടാകും, സോളിഡ് കോറും ഉണ്ടായിരിക്കും. സോളിഡ് കോർ എന്ന് പറയുമ്പോൾ നല്ല ഇമ്പാക്ട് ലോഡിനെയൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ അതിനെ പെനിട്രേറ്റ് ചെയ്ത് നമ്മൾ ഈ ഹാർഡ് സ്ട്രാറ്റ വരെ എത്തിച്ചു. ഇങ്ങനെ ഹാർഡ് സ്ട്രാറ്റയിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോളിഡ് കോറിനെ മുകളിലേക്ക് ഉയർത്തിയെടുക്കും. അപ്പോ ഔട്ടർ കേസിങ്ങും
ഹാർഡ് സ്ട്രാറ്റയിൽ എത്തി നിൽക്കുകയാണ്. ഇന്നർ കോറിനെ നമ്മൾ സോളിഡ് കോറിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ നമ്മുടെ സ്റ്റീൽ ഷെല്ലിനെ അകത്തേക്ക് ഇറക്കി വിടും. അപ്പൊ സോയിലുമായിട്ടൊരു ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. പിന്നീട് നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. ഇനി ലെയർ ആയിട്ടായിരിക്കും നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക. ഇത്രയും ലെയർ എത്തി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഔട്ടർ കേസിങ്ങിനെ മുകളിലേക്ക് ഉയർത്തും. നമ്മൾ എത്ര ഡെപ്തിലാണോ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് അത്രയും ഡെപ്തിൽ നമ്മൾ ഈ ഔട്ടർ കേസിങ്ങിനെ ഉയർത്തും. വീണ്ടും അടുത്ത ലെയർ നമ്മൾ ഫില്ല് ചെയ്യും. അടുത്ത ലെയർ ഫില്ല് ചെയ്യും. ദെൻ ഈ ഔട്ടർ കേസിനെ പിന്നെ ഉയർത്തും. അങ്ങനെ നമ്മൾ ടോപ്പ് വരെ കോൺക്രീറ്റ് പല ലെയറുകളായിട്ട് ചെയ്യുമ്പോൾ അവസാനം നമ്മുടെ ഹാർഡ് സ്ട്രാറ്റയില് കേസിങ് നമ്മൾ മുഴുവനായിട്ടും പുറത്തേക്ക് എടുക്കും. ഈ സ്റ്റീൽ ഷെല്ലില് കംപ്ലീറ്റ് ആയിട്ടും കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. അപ്പോ ഈ കോൺക്രീറ്റിന് ഏർലി സ്റ്റേജില് സറൗണ്ടിങ് സോയിൽ നിന്നുള്ള ആ ഒരു കംപ്രഷൻ ഇവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ മറ്റ് രണ്ട് റെയ്മണ്ട് പൈലിനും കോബി ന്യൂമാറ്റിക് പൈലിനുമുള്ള ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ ഓവർകം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ ഹാർഡ് സ്ട്രാറ്റയിലേക്ക് ഒരു ഔട്ടർ കേസിങ്ങും ഒരു സോളിഡ് കോറും പെനിട്രേറ്റ് ചെയ്ത് ഇറക്കും. അങ്ങനെ ഹാർഡ് സ്ട്രാറ്റയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഔട്ടർ കോറിനെ നമ്മൾ പുറത്തേക്ക് എടുക്കും. ഔട്ടർ കോറിനെ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഒരു ഔട്ടർ കേസിങ്ങും ഒരു ഇന്നർ സോളിഡ് കോറുമാണ് പെനിട്രേറ്റ് ചെയ്ത് ഹാർഡ് സ്ട്രാറ്റയിൽ എത്തിക്കുക. ഹാർഡ് സ്ട്രാറ്റയിൽ എത്തിക്കഴിയുമ്പോൾ ഈ സോളിഡ് കോറിനെ നമ്മൾ പുറത്തേക്ക് എടുക്കും. പിന്നെ ഈ കേസിംഗ് ആണ് ഹാർഡ് സ്ട്രാറ്റയുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ സ്റ്റീൽ ഷെല്ലിനെ ഇറക്കും. സ്റ്റീൽ ഷെല്ലിനെ ഇറക്കി കഴിയുമ്പോൾ പല ലെയറുകളായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യും. അപ്പോൾ ഒരു ലെയർ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അത്രയും ലെയർ ഡെപ്തിൽ നമ്മൾ ഈ കേസിങ്ങിനെ പുറത്തേക്ക് ഉയർത്തിയെടുക്കും. ഇവിടുത്തെ കോൺക്രീറ്റ് ചെയ്ത് ആ കോൺക്രീറ്റ് ഹാർഡൻ ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ കേസിങ്ങിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അതുകൊണ്ട് നമുക്ക് ഈ മണ്ണിന്റെ കംപ്രഷൻ അവിടെ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ വരുന്നില്ല. അങ്ങനെ പല ലെയറുകളായിട്ട് ചെയ്ത് ടോപ്പ് വരെ എത്തും. അപ്പോഴത്തേക്കും ഈ ഔട്ടർ കേസിങ്ങും മുകളിലെത്തിയിട്ടുണ്ടായിരിക്കും. ഇതാണ് മാർക്ക് ആർതർ പൈൽ. അടുത്തത് fourth one is button bottom pile. ബട്ടൺ ബോട്ടം പൈൽ നമുക്ക് നോക്കാം. മാർക്ക് ആർതർ പൈലില് മാർക്ക് ആർതർ പൈലില് ചെയ്ത പോലെ തന്നെയാണ് നമ്മളിവിടെ ഈ ബട്ടൺ ബോട്ടം പൈലിലും കോൺക്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു വ്യത്യാസം ആ പേര് വരാൻ കാരണം നമ്മളൊരു കോൺക്രീറ്റ് പെഡസ്റ്റൽ ഇതിന്റെ ബോട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അതായത് ആദ്യം തന്നെ ഈ ഒരു ഷേപ്പിലുള്ള ഒരു കോൺക്രീറ്റ് പെഡസ്റ്റൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അതൊരു 28 days ക്യൂർ ചെയ്ത് കാസ്റ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് അത് സ്ട്രോങ് ആയി കഴിയും. സോളിഡ് കോറും അതുപോലെ ഔട്ടർ കേസിങ്ങും വരിക. ബാക്കിയെല്ലാം നമ്മൾ മാക്കാർത്തർ പൈലിൽ പറഞ്ഞോളൂ തന്നെ ഒരു ഔട്ടർ കേസിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്നർ സോളിഡ് കോറും ഉണ്ടാകും. അതിന്റെ ബോട്ടത്തിലായിട്ട് നമ്മുടെ ഒരു കോൺക്രീറ്റ് പെഡസ്റ്റലും ഉണ്ടായിരിക്കും. അത് അറ്റാച്ച് ചെയ്തായിരിക്കും നിൽക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഹാമർ ചെയ്ത് പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ ഹാർഡ് സ്ട്രാറ്റ വരെ പെനിട്രേറ്റ് ചെയ്ത് കൊണ്ടുവരും. ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഈ കോൺക്രീറ്റ് പെഡസ്റ്റൽ ഹാർഡ് സ്ട്രാറ്റയിൽ എത്തി. ഇത്രയും കഴിയുമ്പോൾ ഇനി നമുക്ക് ഈ സോളിഡ് കോർ ഇന്നർ സോളിഡ് കോർ പോലെ തന്നെ നമ്മൾ മുകളിലേക്ക് എടുക്കും. അപ്പൊ ബാക്കി ഈ ഔട്ടർ കേസിങ്ങും അതുപോലെ ഈ ബോട്ടത്തിലുള്ള പ്ലഗും ആയിരിക്കും ഉണ്ടാവുക.
ഇനി നമ്മൾ അതിലേക്ക് സ്റ്റീൽ ഷെല്ല് ഇറക്കും. പിന്നെ ബാക്കി ഇതിക്ക് മുന്നേ പറഞ്ഞ പോലെ തന്നെ പല ലെയറുകളായിട്ട് നമ്മൾ കോൺക്രീറ്റ് കൊടുക്കും. ഒരു ലെയർ കഴിയുമ്പോൾ ഈ ഔട്ടർ കേസിങ് അത്രയും ഡെപ്തിൽ നമ്മൾ ഉയർത്തും. ദെൻ അടുത്ത ലെയർ ഓഫ് കോൺക്രീറ്റും കൊടുക്കും. അങ്ങനെ ഉയർത്തി ഉയർത്തി കേസിങ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരും. ഫൈനലി നമ്മുടെ പൈൽ വർക്ക് കംപ്ലീറ്റ് ആവും. ഇനി അടുത്തത് ബേസ് ഡ്രിവൺ പൈൽ അല്ലെങ്കിൽ BSP പൈൽ എന്ന് പറയുന്നതാണ്. ബേസ് ഡ്രിവൺ പൈല് ബട്ടൺ ബോട്ടം പൈൽ പോലെ തന്നെ, പക്ഷെ അതിന്റെ ബോട്ടത്തിന്റെ ഷേപ്പിലുള്ള ഒരു വ്യത്യാസം. നമ്മുടെ കോൺക്രീറ്റ് പെഡസ്റ്റല് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കോൺക്രീറ്റ് പെഡസ്റ്റൽ ഉണ്ടാക്കിയെടുക്കും. ഈ ഒരു ഷേപ്പിലായിരിക്കും കോൺക്രീറ്റ് പെഡസ്റ്റൽ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിന്റെ മേളില് നമ്മൾ സ്റ്റീൽ ഷെല്ല് ഈ പെഡസ്റ്റലുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കോൺക്രീറ്റ് പെഡസ്റ്റല് അതേപോലെ തന്നെ കാസ്റ്റ് ചെയ്തെടുക്കും. പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത് നമ്മുടെ സ്റ്റീൽ ഷെല്ല് ഉണ്ടായിരിക്കും. ഔട്ടർ കേസിംഗ് ഒന്നും ഇവിടെ ഉണ്ടാകില്ല. ഇങ്ങനെ കോൺക്രീറ്റ് പെഡസ്റ്റൽ ഉണ്ടാക്കും. ദെൻ സ്റ്റീൽ കേസിംഗ് ഉണ്ടാകും. ദെൻ ഒരു ഹാമർ വെച്ച് അത് സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ ഈ കോൺക്രീറ്റ് പെഡസ്റ്റലിനെ ബോട്ടത്തിൽ വരെ എത്തിക്കും. എന്നിട്ട് നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാണ് സാധാരണ ചെയ്യുക. പക്ഷെ ഇതിനൊരു വലിയൊരു ഡ്രോബാക്ക് ഉണ്ട്. ബേസ് ഡ്രിവൺ പൈലിന് ഇതിന്റെ ഈ ബോട്ടത്തില് കോൺക്രീറ്റ് പെഡസ്റ്റലും ഈ സ്റ്റീൽ ഷെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയയില് ജോയിന്റ്സ്, ഈ ഒരു ഏരിയയിൽ നമ്മൾ വാട്ടർ ടേബിൾ ഉണ്ടെങ്കിൽ ആ ജോയിന്റിന് എന്തെങ്കിലും ഒരു ലീക്കേജ് വന്നാൽ വാട്ടർ ഇതിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യാൻ ഇടയാകും. അങ്ങനെ നമ്മുടെ കോൺക്രീറ്റിന്റെ പൈലിന്റെ സ്ട്രെങ്ത് അവിടെ റിഡക്ഷന് കാരണമാവും. ബേസ് ഡ്രിവൺ പൈലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബോട്ടത്തിൽ ഒരു കോൺക്രീറ്റ് പെഡസ്റ്റൽ ഉണ്ടായിരിക്കും. ആ കോൺക്രീറ്റ് പെഡസ്റ്റൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി കാസ്റ്റ് ചെയ്ത് 20 days ക്യൂറിംഗ് ഒക്കെ കഴിഞ്ഞ് സ്റ്റീൽ ഷെല്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ദെൻ അതിന് നമ്മൾ ഹാർഡ് സ്ട്രേറ്റ വരെ ഒരു ഹാമർ ഉപയോഗിച്ച് പെനിട്രേറ്റ് ചെയ്ത് കോൺക്രീറ്റ് അവിടെ പ്ലേസ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റില് ആ ഒരു ഏരിയയില് വാട്ടർ ടേബിൾ ഉണ്ടെങ്കിൽ ഈ സ്റ്റീൽ ഷെല്ലും കോൺക്രീറ്റ് പെഡസ്റ്റലും തമ്മിലുള്ള ആ ജോയിന്റിന്റെ ആ ഭാഗത്ത് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ വാട്ടർ ടേബിൾ കാരണം വാട്ടർ അതിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യാനും അതിന്റെ സ്ട്രെങ്തിനെ അഫക്ട് ചെയ്യാനും കാരണമാകും. അടുത്ത ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് സ്വേജ് പൈൽ. കേസ്ഡ് കാസ്റ്റ് ഇൻസിറ്റു പൈലില് അടുത്ത് വരുന്നത് സ്വേജ് പൈലാണ്. സ്വേജ് പൈലും നമ്മള് പൈലാണ്. ബേസ് ഡ്രിവൺ പൈലിന്റെ ഡ്രോബാക്ക് ഒക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് സ്വേജ് പൈൽ. ഷേപ്പ് നമ്മള് ഇങ്ങനെ സ്റ്റീലുണ്ട്. അതുപോലെ അതിന്റെ അകത്ത് ഒരു ഇന്നർ കോറും ബേസ് ചെയ്ത്
എടുക്കാട്ടോ. സ്വേജ് പൈലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വേജ് പൈലിന്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സ്വേജ് പൈലിന്റെ ഒരു ഷേപ്പ് വന്നിട്ട് ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ കോൺക്രീറ്റ് പെഡസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ ടോപ്പിലായിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റീൽ ഷെല്ലും ഉണ്ടായിരിക്കും. അതിന്റെ അകത്തൊരു ഇന്നർ കോറും ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ഈ ഇന്നർ കോറിലേക്ക് ഹാമർ ചെയ്ത് സ്ട്രൈക്ക് ചെയ്ത് ഈ കോൺക്രീറ്റ് പെഡസ്റ്റലിനെ ഇറക്കുമ്പോൾ ആ ഒരു ഹെവി ലോഡ് കാരണം ഈ ഔട്ടർ സ്റ്റീൽ ഷെല്ല് കുറച്ച് ഡെപ്തിലേക്ക് ഈ ഷേപ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അതിന്റെ ഷേപ്പ് അങ്ങനെ ആയത് കാരണം ഈ ടോപ്പിൽ നമ്മൾ ഹാമർ ചെയ്ത് കോൺക്രീറ്റ് പെഡസ്റ്റലിനെ ഇറക്കുമ്പോൾ ആ ഒരു ടൈമില് ഈ ഔട്ടർ സ്റ്റീൽ ഷെല്ലില് ഇങ്ങനൊരു ഈ ഒരു കോൺക്രീറ്റ് പെഡസ്റ്റലിന്റെ കവർ ചെയ്ത് ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ വരുന്നത് കാരണം വാട്ടർ ടേബിൾ ഈ ഒരു ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെ ഒരു കവറിങ് ഉള്ള കാരണം ആ ജോയിന്റിന് ലീക്ക് അവിടെ ഉണ്ടാകില്ല. അപ്പൊ വാട്ടർ ടൈറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കീപ്പ് ചെയ്യാൻ പറ്റും. ഈ ജോയിന്റ് വാട്ടർ ടൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് കേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു പൈലിലെ ലാസ്റ്റ് വൺ മോണോ ട്യൂബ് പൈലാണ്. മോണോ ട്യൂബ് പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഹെവി സ്റ്റീൽ പൈപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഹെവി സ്റ്റീൽ പൈപ്പിൽ നമ്മൾ ഹാർഡ് സ്ട്രാറ്റ വരെ പെനിട്രേറ്റ് ചെയ്ത് ഇറക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതിന്റെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മളൊരു പൈപ്പ് ഇറക്കി വിടുകയാണ്. പിന്നെ ആ സ്റ്റീൽ പൈപ്പിനെ നമ്മൾ തിരിച്ചെടുക്കുന്നില്ല. ആ പൈപ്പിലും നമ്മൾ നിറച്ച് കോൺക്രീറ്റ് ഫില്ല് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അതൊരു എക്കണോമിക്കൽ മെത്തേഡ് അല്ല. ചെറിയ ചെറിയ ഡെപ്തിലൊക്കെയാണ് നമ്മൾ മോണോ ട്യൂബ് പൈല് അഡോപ്റ്റ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നത് അൺകേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു പൈലാണ്. ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. Okay, thank you.